ഹലോ മക്കളെ, ഹലോ. ഇവിടെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വന്നോ? സുഹേൽ സാറിന്റെ ലൈവിന്റെ ക്ഷീണമൊക്കെ, അതായത് നിങ്ങൾ കുറെ പഠിച്ചതിന്റെ ക്ഷീണമൊക്കെ ഫുഡൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഫുൾ എനർജിയിൽ എല്ലാവരും ഇരിക്കുകയല്ലേ? എടാ, എന്നെ നിങ്ങൾക്ക് മിക്കവാറും പരിചയമൊന്നും ഉണ്ടാവില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ +1 ഇതുവരെ ഒരു പബ്ലിക് ലൈവിൽ ഞാൻ അപ്പിയർ ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ പേര് റുഷ്ദ കേട്ടോ. എഡ്യൂപോർട്ടിലെ പെയ്ഡ് സ്റ്റുഡൻസിന് അറിയണ്ടാവും, അല്ലാത്ത കുട്ടികൾക്കൊന്നും ഒരു ന്യൂ ഫേസ് ആയിരിക്കും. സോ എന്റെ പേര് റുഷ്ദ എന്നാണ് കേട്ടോ, റുഷ്ദ. ആൻഡ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. ഈ വർഷത്തെ +1 കുട്ടികളെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. അതിന് നമുക്ക് ഇത്രയും ക്രിസ്മസ് എക്സാം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്തായാലും ഇനി അങ്ങോട്ട് നമ്മൾ എപ്പോഴും കാണുന്നതായിരിക്കും. ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ നമ്മൾ ലൈവ് ആയിരിക്കും. മാത്സ് സെറ്റ് ആക്കാൻ മാത്സ് ടീമിൽ ഒരാളായിട്ട് ഞാനും ഉണ്ടാവും കേട്ടോ. റൈറ്റ്, ഹലോ, ഹായ്. 9 എന്താ ക്ലാസ് വെച്ചെന്നാ? എടാ, സുഹേൽ സാറിന്റെ ചാപ്റ്റർ കുറച്ചുകൂടി നീണ്ടു പോകുന്നു വിചാരിച്ചിട്ടാണ് 9 ക്ലാസ് വെച്ചത്. പക്ഷെ സുഹേൽ സാറിന്റെ ചാപ്റ്റർ സിമ്പിൾ ആയിരുന്നു, പെട്ടെന്ന് തീരുന്നു നമ്മൾ വിചാരിച്ചില്ല. അതിൽ ചെറിയൊരു പ്രശ്നം പറ്റിയതാ കേട്ടോ. ആടാ, ഹായ്, ഹലോ, നൈസ് നെയിം എന്നൊക്കെ. താങ്ക് യു. നിങ്ങളുടെയും കുറെ നൈസ് നെയിംസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അതൊക്കെ നമുക്ക് ഇനി വഴിയെ പരിചയപ്പെടാം. അപ്പോൾ ലൈവ് ഇങ്ങനെ ഓരോ ലൈവ് കഴിയുന്നതോറും നമ്മളിങ്ങനെ ഒരുപാട് പേരുടെ സൗണ്ട് കൂട്ടണോടാ. നീ ഒന്ന് ഫോണിന്റെ വോയിസ് കൂട്ടി നോക്കിക്കേ. സൗണ്ട് ക്ലിയർ ആണോ? ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞേ. സോ ഒരുപാട് ലൈവിൽ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ചെയ്യുമ്പോൾ സ്ഥിരം കാണുന്ന കുട്ടികളുടെ പേരൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഇന്നവര് അനുപമ, അനാമിക എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അഭിഷേക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ പഠിക്കും. ഓരോ ബാച്ചിൽ ഇന്ന കുട്ടികൾ ലൈവിൽ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. അപ്പോൾ വഴിയെ നമുക്ക് പരിപാടികളൊക്കെ ചെയ്യാം. എടാ, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സൗണ്ട് കുറവാണോടാ? അല്ല അല്ലേ? ഓക്കെ. ചാപ്റ്റർ സിമ്പിൾ ആണോ എന്നൊക്കെ ആരോ ചോദിക്കുന്നുണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സിന് പേരിന് മാത്രമേ കോംപ്ലക്സിറ്റി ഉള്ളൂ. കോംപ്ലക്സ് നമ്പർ ഇസ് എ വെരി ഈസി ചാപ്റ്റർ. നല്ല രസമുള്ള ഒരു ചാപ്റ്റർ ആണ്. ചെറിയൊരു ചാപ്റ്റർ, 4 മാർക്കേ വെയിറ്റേജ് ഉള്ളൂ. പെട്ടെന്ന് പഠിച്ചു തീർക്കാം. എന്തായാലും എക്സാമിന് 4 മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അത്ര രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. എൻ്റെ ഒക്കെ ഒരു ഫേവറേറ്റ് ചാപ്റ്ററിന്റെ ലിസ്റ്റിലുള്ള ഒരു ചാപ്റ്ററാണ് ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. കാരണം നല്ല രസമായിട്ട് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. എങ്ങനെയാണ് പൊതുവെ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചവരുടെ അഭിപ്രായം എന്താണ്? സിമ്പിൾ ആണോടാ? യെസ്, സിമ്പിൾ ആണ്. വെരി വെരി സിമ്പിൾ. അടിപൊളി. സിമ്പിൾ ടഫ്, അതെന്താടാ? ടഫ് അല്ല, ഒരിക്കലും ടഫ് അല്ല. ആക്ച്വലി കോംപ്ലക്സ് നമ്പേഴ്സിൽ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്ന കുറെ ടോപ്പിക്സ് ഇപ്പൊ കട്ടുകൂടി ചെയ്തപ്പോൾ ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങള് ഫ്രണ്ട്സിന് ലിങ്ക് ഷെയർ ചെയ്തോ? ആ പരിപാടിയൊക്കെ കഴിച്ചോ? യെസ്. അപ്പൊ ചിലപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ചാപ്റ്റർ അറിയാത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അറിയുന്നവർ തന്നെ ഒന്ന് പൊടി തെറ്റി എടുക്കാനുണ്ടാവും, പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാനുണ്ടാവും. സോ അറിയാത്തവർക്ക് ഫ്രഷ് ആയിട്ട് പഠിക്കാനും അറിയുന്നവർക്ക് ഒന്ന് റിവൈസ് ചെയ്യാനും ഒക്കെ നമ്മുടെ ലൈവ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ വേഗം പോയിട്ട് ഫ്രണ്ട്സിനോ കസിൻസിനോ ആരൊക്കെയാ +1 മാത്സ് പഠിക്കുന്ന അവർക്കൊക്കെ പോയിട്ട് ലൈവ് ലിങ്ക് ഷെയർ ചെയ്ത് വരിക. ആൻഡ് ലൈക്ക് കൂടി ചെയ്തിട്ട് നമുക്ക് മെല്ലെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ ആണോ? യെസ്, അടിപൊളി ചാപ്റ്റർ. നമുക്ക് ഇന്നത്തെ ലൈവ് തീർന്നോടുകൂടി നിങ്ങൾ തന്നെ പറയണം കേട്ടോ, ചാപ്റ്റർ അടിപൊളിയാണോ, മിസ് അടിപൊളിയാണോ എന്നൊക്കെ. റൈറ്റ്, അപ്പൊ നമ്മൾ തുടങ്ങില്ലടാ. നോ ഐഡിയക്കാരൊന്നും പേടിക്കണ്ട. നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് തുടങ്ങും. ഈ ചാപ്റ്റർ അടിപൊളിയായിട്ട് തുടങ്ങി അടിപൊളിയായിട്ട് അവസാനിപ്പിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ലിങ്ക് മാക്സിമം അങ്ങ് ഷെയർ ചെയ്ത് വേഗം പോര്. നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: വൈ വി നീഡ് മോർ നമ്പേഴ്സ്. പറഞ്ഞല്ലോ, കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലെ, പുതിയ ഒരു നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വൈ വി നീഡ് മോർ നമ്പേഴ്സ്. എന്തിനാ ഇപ്പൊ കുറെ നമ്പേഴ്സ് പുതിയതായിട്ട് പഠിക്കുന്നേ? കയ്യിൽ ആവശ്യത്തിന് നമ്പേഴ്സ് ഇല്ലാഞ്ഞിട്ടാണോടാ? എടാ, ഇപ്പൊ തന്നെ കയ്യിൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻഫൈനറ്റ് സെറ്റ് കിടക്കുകയാണ്. ഇൻഫിനിറ്റ് സെറ്റ് അല്ലേ? അതിന്റെ അണ്ടറിൽ റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, അതിന്റെ അണ്ടറിൽ നാച്ചുറൽ, ഇൻഡിജേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ എന്തിനാടാ നമ്മളൊരു പുതിയ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നത്? ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാലേ റിയൽ നമ്പേഴ്സിനേക്കാളൊക്കെ വലിയൊരു നമ്പർ സിസ്റ്റം ആണ്. ആൻഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ എന്തിനാ ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് പഠിക്കുന്നതെന്ന് നമുക്കൊന്ന് ആലോചിക്കാം അല്ലെ. അതിനുവേണ്ടി ഞാനൊരു സിമ്പിൾ ഇക്വേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫസ്റ്റ് ഇക്വേഷൻ. നിങ്ങൾ സോൾവ് ചെയ്യാം കേട്ടോ. ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. x² - 1 = 0. എടാ, ഒന്ന് വേഗം പറഞ്ഞേ, എന്താണ് എക്സിന്റെ വാല്യൂ? സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. x² - 1 = 0 ആണെങ്കിൽ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എക്സ്? വേഗം കമന്റ് ചെയ്ത്, ഐ ആം വെയിറ്റിംഗ് ഫോർ ദി കമന്റ്. എന്താണ് എക്സിന്റെ വാല്യൂ? x² - 1 0 ആണെങ്കിൽ x² = 1 ആയിരിക്കും. വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് എക്സ്? എക്സ് = വേഗം പറഞ്ഞേ x = യെസ് +or-1 ആയിരിക്കും അല്ലേ? എടാ, x 1 ആവുമ്പോഴും x - 1 ആവുമ്പോഴും അതിന്റെ സ്ക്വയർ 1 ആണ്. സോ
എക്സ് സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 ആവുന്ന രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 1 1 എന്നാണ് ഞാൻ മോസ്റ്റ്ലി കോമൻസ് കാണുന്നത്. പക്ഷെ -1 ഉണ്ട് കേട്ടോ, കാരണം -1ന്റെ സ്ക്വയർ 1 ആണ്. സോ 1 -1 ആണ് ഈ പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻസ്. സോ 1 പറഞ്ഞവരൊക്കെ കൂടെ -1നെയും കൂടി എന്താ പറയുക കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തേ. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു കുഞ്ഞ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മളൊന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ചു. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. വേഗം പറഞ്ഞേ, എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് ആണ് നമുക്ക് വേണ്ടത്. ആൻസർ പോരട്ടെ. യെസ്. അപ്പം ഞാൻ തുടങ്ങുകയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് എഴുതിയ പോലെ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 എന്ന് പറയാം. കാരണം 1നെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ -1 എന്ന് കിട്ടി. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 എന്ന് കിട്ടി. എടാ ഇനി പറ, എക്സ് സ്ക്വയർ -1 ആവുന്ന രീതിയിൽ ഞാനൊരു നമ്പർ ഫൈൻഡ് ചെയ്യണം. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് റിയൽ നമ്പേഴ്സ് ആണ്. ഏതെങ്കിലും ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ -1 ആവുമോ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. -1 പോട്ടെ, ഏതെങ്കിലും ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ നെഗറ്റീവ് നമ്പർ ആവോടാ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാ നമ്പേഴ്സിന്റെയും റിയൽ നമ്പേഴ്സിൽ നെഗറ്റീവ് നമ്പർ ആയാലും പോസിറ്റീവ് നമ്പർ ആയാലും ഒക്കെ അവരുടെ സ്ക്വയർ പ്ലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഏറി വന്നാൽ 0 വരാം, പക്ഷെ അങ്ങോട്ട് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. ഒരിക്കലും നെഗറ്റീവ് നമ്പേഴ്സ് സ്ക്വയേഴ്സ് ആയിട്ട് വരില്ല. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് എക്സ് സ്ക്വയർ -1 ആവുന്ന രീതിയിൽ ഒരു എക്സ് ആണ്. ഇപ്പൊ തന്നെ പാളി നമുക്ക് പറയാൻ പറ്റും എക്സ് സ്ക്വയർ -1 ആവുന്ന രീതിയിൽ ഒരു എക്സ് നമുക്ക് റിയൽ നമ്പേഴ്സിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. therefore നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ക്വിറ്റ് ചെയ്യാറാണ് പതിവ്. ഒരു 10ാം ക്ലാസ് വരെ ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷന് സിമ്പിൾ ആയിട്ട് നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് തട്ടിക്കളയും. അവിടെയാണ് നമ്മുടെ +1 മാത്സിലൊക്കെ എത്തുമ്പോൾ നമ്മുടെ ഒരു വളർച്ചയുടെ എന്താ പറയുക പ്രസക്തി എന്ന് പറയുന്നത്. ഇത്രയും ചെറിയൊരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ കയ്യിൽ വലിയ റിയൽ നമ്പർ സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താല്ലേ കാര്യം? അങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന നമ്പർ സിസ്റ്റത്തിലേക്ക് വരുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. എക്സ് സ്ക്വയർ -1 ആവണമെങ്കിൽ നേരത്തെ നമ്മൾ എക്സ് സ്ക്വയർ 1 ആവണമെങ്കിൽ എക്സിന്റെ റൂട്ട് എടുത്തു +or-1 എന്ന് എഴുതി. അതേപോലെ ഇവിടെ നമ്മൾ -1ന്റെ റൂട്ട് എടുക്കേണ്ടി വരും. എങ്കിലേ സ്ക്വയർ ചെയ്താൽ നമുക്ക് -1 എന്ന് കിട്ടുകയുള്ളൂ. സോ എക്സ് ഇസ് ഈക്വൽ ടു √(-1). ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു √(-1). ശരിക്കും എനിക്ക് +or-√(-1) എന്ന് എഴുതാം, ആവശ്യമില്ല. ഇപ്പം നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു √(-1) എന്ന് പറഞ്ഞ് √(-1)നെ നന്നായിട്ട് പരിചയപ്പെട്ടാൽ മതി. സോ ഇത്രയും കാലം സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പേഴ്സിനെ കണ്ടാൽ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു. √(-2), √(-3) എന്നൊക്കെ കണ്ടാൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഇല്ല, നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് നിർത്തി പോവാറായിരുന്നു. ഇനി നമ്മൾ തുടങ്ങുന്നത് ആ നിർത്തിയെടുത്ത് വെച്ചിട്ടാണ്. അതായത് സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പേഴ്സ് കണ്ടാൽ ഇനി നമ്മൾ ഇത് അറിയില്ല, നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് നിർത്തി പോകാൻ പാടില്ല. ഇവരെ നമ്മൾ പുതുതായിട്ട് പഠിക്കാൻ പോവുകയാണ്. പഠനത്തിന്റെ ആദ്യ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ √(-1)നെ i എന്ന് വിളിക്കും. സോ വാട്ട് ഈസ് √(-1)? √(-1) ഇസ് ഈക്വൽ ടു i ആണ്. √(-1) i ആണെങ്കിൽ i സ്ക്വയർ എന്താടാ? i സ്ക്വയർ എന്ന് പറഞ്ഞാൽ √(-1)ന്റെ സ്ക്വയർ ആണ്. റൂട്ടിന്റെ സ്ക്വയർ എടുത്താൽ നമുക്കറിയാം റൂട്ട് പോവും. അതായത് ആൻസർ -1 എന്ന് കിട്ടും. അപ്പോൾ i ഇസ് ഈക്വൽ ടു √(-1) ആണ്, i സ്ക്വയർ ഇസ് ഈക്വൽ ടു -1 ആണ്. വിച്ച് മീൻസ് എക്സ് സ്ക്വയർ -1 ആവുന്ന രീതിയിൽ നമ്മൾ ഒരു എക്സ് ഫൈൻഡ് ചെയ്തു. ഇറ്റ് ഈസ് i. നമ്മൾ അതിന് പേര് കൊടുത്തതാണ് i. സൊല്യൂഷൻ കിട്ടിയോ? നമ്മൾ കൺസിഡർ ചെയ്ത നമ്മുടെ ഇക്വേഷന് നമുക്ക് സൊല്യൂഷൻ കിട്ടിയോ? ഡ്യൂറേഷൻ എടാ ഒരു 1 hour and 15 minutes. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷന് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു i അല്ലെങ്കിൽ √(-1) എന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പരിചിതമാവണം. സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പേഴ്സിനെ കണ്ടാലും നമ്മൾ അവരെ ഡീൽ ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇവരെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് √(-1)? ഇറ്റ് ഈസ് ഈക്വൽ ടു i. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ i ഈസ് ഈക്വൽ ടു √(-1) ആൻഡ് i സ്ക്വയർ ഈസ് ഈക്വൽ ടു -1. രണ്ടും നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്താ i √(-1) ആണ്. അപ്പോൾ i സ്ക്വയർ -1 ആണ്. എടാ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0ന്റെ മറ്റൊരു സൊല്യൂഷൻ ആണ് -i. -iയുടെ സ്ക്വയർ എടുത്താലും നമുക്ക് ഈ -1 കിട്ടും. പക്ഷേ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് സോൾവിങ് പഠിക്കുന്നില്ല നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിൽ. നമുക്ക് കിട്ടേണ്ടത് ഈ ഒരാളെ ആയിരുന്നു, i ഈസ് ഈക്വൽ ടു √(-1). അപ്പോൾ ഇയാളെ പിടിച്ച് നമ്മൾ ബാക്കി ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ബേസിക്കലി എന്താണ് i എന്ന് മനസ്സിലായോ എന്ന് വേഗം പറഞ്ഞേ. വാട്ട് ഈസ് i? i ഈസ് ഈക്വൽ ടു √(-1). അത് കറക്റ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഒന്നും അറിയാത്തവരാണെങ്കിൽ അതൊന്ന് സേവ് ചെയ്ത് വെക്കുക. i ഈസ് ഈക്വൽ ടു √(-1). ക്യാപിറ്റൽ i എന്ന് എഴുതില്ല കേട്ടോ, എപ്പോഴും സ്മോൾ i, ഇറ്റാലിക് നമ്മുടെ i ആണ് നമ്മൾ എഴുതുക. ഇനി വാട്ട് ഈസ് എ കോംപ്ലക്സ് നമ്പർ എന്ന് ചോദിച്ചാലടാ i എന്ന് ഉത്തരം പറഞ്ഞാൽ പോരാ. i എന്ന് പറഞ്ഞാൽ √(-1). കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് അറിയോ? a+ib ഫോമിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുക. വേർ എയും ബിയും ഒക്കെ എന്താ നമ്മുടെ സാധാരണ റിയൽ നമ്പേഴ്സ്. സോ റിയൽ നമ്പേഴ്സിന്റെ കൂടെ ഒരു i കൂടി വരും. a+ib ഫോമിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് 2 + 3i is a complex number.
എടാ ഈ IB എന്ന് നിങ്ങൾ കണ്ടില്ല, അത് BI എന്നും പറയാം കേട്ടോ. അപ്പം ഞാൻ 2 + 3i എന്ന് പറഞ്ഞാലും 2 + I3 എന്ന് പറഞ്ഞാലും ഒക്കെ കണക്കാണ്. പൊതുവേ നമ്മൾ 2 + 3i ആണ് കുറച്ചുകൂടി അതിൻ്റെ ഒരു ഭംഗിയുള്ള ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എഴുതുക. ഇനി -2 + √5i, ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്, കാരണം A + IB ഫോമിലാണ്. വേർ A എന്ന് പറയുന്നത് -2 ആണ്, B = √5 ആണ്. ഇനി -1 പ്ലസ് അല്ലെങ്കിൽ പോട്ടെ -1 - 2i, ഇതൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഇവിടെ A എന്ന് പറഞ്ഞാൽ -1 ആണ്, B എന്ന് പറഞ്ഞാൽ -2 ആണ്. സോ എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എ നമ്പർ ഓഫ് ദി ഫോം A + IB. ആൻഡ് ഈ A + IB ഇല്ലടാ, ഇതിൽ Aനെ നമ്മൾ എന്താണെന്നറിയോ വിളിക്കുക, അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Aനെ നമ്മൾ വിളിക്കുക റിയൽ പാർട്ട് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്നാണ്. പൊതുവേ നമ്മൾ ഈ കോംപ്ലക്സ് നമ്പറിന് Z = A + IB എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറുള്ളത്. Z നമ്മൾ പൊതുവേ റിയൽ നമ്പേഴ്സ് എക്സും വൈയും ഒക്കെ ഡീൽ ചെയ്യുന്ന പോലെ കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ Z1 Z2 എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുക. സോ Z = A + IB ആണ് നമ്മുടെ ഒരു ജനറൽ കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ A ആണ്, നമ്മൾ REZ എന്ന് എഴുതുക. അതുപോലെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ B ആണ്. ശ്രദ്ധിക്കുക, B ആണ്, IB അല്ല. അപ്പം നിങ്ങൾക്കുള്ള വർക്ക് എന്താണെന്നറിയോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 + 3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിലാണ്. 2 + 3i തുടങ്ങിയിട്ട് നിങ്ങൾ പറ ഈ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്താണ്? 2 + 3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്താ? ഒന്ന് വേഗം പറഞ്ഞേ, എന്താണ് 2 + 3iയുടെ റിയൽ പാർട്ട്? യെസ്, 2 ആണ് റിയൽ പാർട്ട്. സ്പീഡ് ഞാൻ കുറയ്ക്കാം കേട്ടോ. ഐ ആം സാലിഹിന്റെ റിക്വസ്റ്റ് ഞാൻ പരിഗണിച്ചിരിക്കുന്നു, സ്പീഡ് ഞാൻ കുറയ്ക്കുന്നതായിരിക്കും. റൈറ്റ്. സോ റിയൽ പാർട്ട് ഓഫ് Z എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇമാജിനറി പാർട്ട് എന്താടാ? ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഡൻസി വരും 3i എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെടാ, സ്പീഡ് ഞാൻ കുറയ്ക്കാം കേട്ടോ. സ്പീഡ് ഞാൻ കുറയ്ക്കും. സൗണ്ട് എനിക്കിനി കൂട്ടാൻ പറ്റില്ല, നിങ്ങളൊന്ന് വോയിസ് കൂട്ടണേ മാക്സിമം. യെസ്, 2 ആണ് റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 3i അല്ല കേട്ടോ. നിങ്ങളോട് ഇമാജിനറി പാർട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഐയുടെ കൂടെയുള്ള ആളെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഐയുടെ കൂടെ ഇവിടെ 3 ആണ്, അപ്പോൾ 3നെ മാത്രം എഴുതിയാൽ മതി. 3i എഴുതിയത് തെറ്റാണ്, 3 ആണ് ആൻസർ. സോ ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് 3 ആണ്. അടുത്ത കോംപ്ലക്സ് നമ്പർ വേഗം പറ, റിയൽ പാർട്ട് എന്താ? -2 + √5i. -2 + √5i എന്താണ് റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ? റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാണ്ട് ഫ്രീ ഫ്രം ഐ ആയിട്ട് കിടക്കുന്ന ആളാണ്. ഐ ഇല്ലാത്ത ആളെന്ന് പറഞ്ഞാൽ ഇവിടെ -2 ആണ്. അവിടുത്തെ മൈനസിനെ ഒന്നും മുക്കരുത് കേട്ടോ, -2നെ അങ്ങനെ തന്നെ എഴുതി വെക്കുക. അതാണ് നമ്മുടെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്. ബിസ്മിത, പിന്നെ ആരൊക്കെയാടാ പറഞ്ഞേ? നേരത്തെ ഒരുപാട് ആൾക്കാരുടെ കമന്റ് ഞാൻ കണ്ടായിരുന്നു. ഇപ്പൊ ഈ -2 ആൾക്കാരായിട്ടോ ഞാൻ വായിക്കുന്നത്. അസ്ലിവ, പിന്നെ എബ്രഹാം, അർജുൻ, അപ്പു. -1 എങ്ങനെയാടാ? യെസ്, രമേശ്, മെനി മോർ. ഒരുപാട് പേര് പറഞ്ഞു -2 എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, വാട്ട് ഈസ് ഇമാജിനറി പാർട്ട് ഓഫ് Z? ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും തെറ്റിക്കല്ലേ, √5iൽ ഐയുടെ കൂടെയുള്ളത് √5 ആണ്, അയാളെ മാത്രം എഴുതിയാൽ മതി. സോ അതാണ് നമ്മുടെ ഇമാജിനറി പാർട്ട്. അങ്ങനെയാണെങ്കിൽ തേർഡ് കേസ് നമുക്ക് പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാണ്ട് നിൽക്കുന്ന -1 ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെ നിൽക്കുന്നത് 2 ആണോ? അല്ല, -2 ആണ്. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ കോംപ്ലക്സ് നമ്പർ എന്ന് നമ്മൾ പഠിച്ചു. A + IB ഫോമിലുള്ള നമ്പേഴ്സ് ആണ്. അതിൽ എനെ നമ്മൾ റിയൽ പാർട്ട് എന്ന് വിളിക്കുന്നു, ബിനെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് വിളിക്കുന്നു. ഇത്രയും ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇല്ലടാ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 5 എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണോ? 5 എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണോ? ഒബ്വിയസ്ലി യെസ്. കാരണം എനിക്ക് 5നെ എങ്ങനെ എഴുതാമെന്ന് അറിയോ? 5 + 0i എന്ന് എഴുതാൻ പറ്റും. 5 എന്ന് പറഞ്ഞാൽ 5 + 0 × i ആണ്. 5ഉം 0യും റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ 5നെ എനിക്ക് 5 + 0i, അതായത് A + IB ഫോമിൽ എഴുതാൻ പറ്റിയ അത് കോംപ്ലക്സ് നമ്പർ ആണ്. 5നെ 5 + 0i എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് ഓൾസോ എ കോംപ്ലക്സ് നമ്പർ. ചുരുക്കി പറഞ്ഞാൽ 5 അല്ലെങ്കിൽ -10നെ എനിക്ക് -10 + 0i എന്ന് എഴുതാം. √2നെ എനിക്ക് √2 + 0i എന്ന് എഴുതാം. ഇങ്ങനെ എല്ലാ റിയൽ നമ്പേഴ്സിനെയും എനിക്ക് +0i എന്ന് ചേർത്ത് കൊടുത്താൽ കോംപ്ലക്സ് നമ്പർ ആക്കി മാറ്റാൻ പറ്റും. Therefore all real numbers are complex numbers. ക്ലിയർ ആയോ? all real numbers are complex numbers. കാര്യം ഇത്രയേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് 0 ആയിരിക്കും, ഐയുടെ കൂടെയുള്ള ആൾ 0 ആയിരിക്കും, പക്ഷെ എങ്കിലും നമുക്ക് അവരെ കോംപ്ലക്സ് നമ്പർ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്കൊരു പ്രത്യേക പേരുണ്ട്. അതായത് ഇമാജിനറി പാർട്ട് ഓഫ് Z 0 ആയിട്ടുള്ള ആൾക്കാർ. അവിടെ ശരിക്കും പറഞ്ഞാൽ ഇൻഎഫക്റ്റ് ആ ഒരു റിയൽ നമ്പർ മാത്രമാണ് ഉണ്ടാവുക. ഇങ്ങനെ ഇമാജിനറി പാർട്ട് ഓഫ് Z 0 ആയിട്ടുള്ള ആൾക്കാരുടെ പേര് നിങ്ങൾക്ക് അറിയാവോടാ? സ്കൂളിലൊക്കെ ചാപ്റ്റർ പഠിച്ചവരാണെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഇമാജിനറി പാർട്ട് 0 ആയിട്ടുള്ള സെറ്റ് ആണല്ലേ, സെറ്റ് ആണ്, റൈറ്റ്. അപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് Z 0 ആണെങ്കിൽ
ആ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ പ്രത്യേക ഒരു പേര് വിളിക്കും. എന്താണ് നമ്മൾ വിളിക്കുക? യെസ്, നമ്മൾ അതിനെ വിളിക്കുക പ്യുവർലി റിയൽ എന്നാണ്. പ്യുവർലി റിയൽ എന്ന് പറയാൻ കാരണം ശരിക്കും അത് എന്താടാ? റിയൽ നമ്പറാ. 5 - 10 √2 എന്നൊക്കെ പറഞ്ഞ റിയൽ നമ്പർ ആണ്. സോ +0i അങ്ങനെ വരുന്ന കേസസിനെ നമ്മൾ പ്യുവർലി റിയൽ എന്നാണ് വിളിക്കുക. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതേപോലെ വേറൊരു സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. 5i അല്ലെങ്കിൽ -10i എന്നൊക്കെ പറഞ്ഞ് ഐ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, എന്തുണ്ടാവില്ല? നമ്മുടെ റിയൽ പാർട്ട് ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും ഇതിനെ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കാം, കാരണം ഇതിനെ 0 + 5i അല്ലെങ്കിൽ 0 - 10i എന്നൊക്കെ വിളിക്കാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ റിയൽ പാർട്ട് 0 ആയിട്ടുള്ള നമ്പേഴ്സിനെ നമുക്ക് പ്യുവർലി ഇമാജിനറി എന്ന് വിളിക്കാം. കാരണം ഇൻ എഫക്റ്റ് അവരെ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക 5i -10i എന്നൊക്കെ പറഞ്ഞ് ഇമാജിനറി പാർട്ട് മാത്രം ഉള്ളതായിട്ടാണ്. അപ്പൊ അവരെ നമ്മൾ പ്യുവർലി ഇമാജിനറി എന്ന് വിളിക്കും. സോ ഈ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്യുവർലി റിയൽ ആവാം, പ്യുവർലി ഇമാജിനറി ആവാം, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ A+IB ഫോമിൽ എയും ബിയും ഒക്കെ നോൺ സീറോ ആയിട്ടും വരാം. ഇനി രണ്ടും 0 ആണെങ്കിലോ 0 + 0i, ഇതാണ് നമ്മുടെ 0 കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. സോ കോംപ്ലക്സ് നമ്പറിലും ഉണ്ട് ഐഡന്റിറ്റി, കോംപ്ലക്സ് നമ്പറിലും 0 ഉണ്ട്, അതിനെ നമ്മൾ 0 + 0i എന്ന് പറയും. ഓക്കെ ആണോടാ? ഇത്രയും ഓക്കെ ആണോ? നമ്മളിപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? കോംപ്ലക്സ് നമ്പർ എന്താന്ന് പറഞ്ഞു, എന്തിനാണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിലേക്ക് എത്തിയെന്ന് പറഞ്ഞു, അതിനുവേണ്ടി നമ്മൾ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്തു, √(-1) കണ്ടുപിടിച്ചു, ഐ എന്ന് അതിനെ പേരിട്ട് വിളിച്ചു, താലോലിച്ച് ഇപ്പൊ ഇനി ഐനെ കൊണ്ടുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. A+IB ആണ് ഒരു കോംപ്ലക്സ് നമ്പർ, അതിൽ പ്യുവർലി റിയൽ ഉണ്ട്, പ്യുവർലി ഇമാജിനറി ഉണ്ട്, 0 കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഇത്രയും സെറ്റ് ആണോ? ഒന്ന് പറഞ്ഞേ. ഇത്രയും സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് കടക്കാം. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് യെസ് സെറ്റ് ആണല്ലേ ഗായത്രി, റൈറ്റ്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഇക്വാലിറ്റി ആണ്. അതായത് എപ്പോഴാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവുക? സിമ്പിൾ ആണ്, ഒന്നുമില്ല. A+IB എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എൻ്റെ കയ്യിലുണ്ട്, മറ്റൊരു കോംപ്ലക്സ് നമ്പർ C+ID ഉണ്ട്. ഇവരെപ്പോഴാണെന്ന് അറിയോ ഈക്വൽ ആവുക? റിയൽ പാർട്സും ഇമാജിനറി പാർട്സും ഈക്വൽ ആവുമ്പോൾ. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അവരുടെ കറസ്പോണ്ടിങ് റിയൽ പാർട്സും കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്സും ഈക്വൽ ആവണം. ഇവിടെ പറയുകയാണെങ്കിൽ എയും സിയും ഈക്വൽ ആവണം. ഇനിയോ ബിയും ഡിയും ഈക്വൽ ആവണം. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കണം കേട്ടോ, അല്ലാണ്ട് എയും സിയും മാത്രം ഈക്വൽ ആയിട്ട്. ഇപ്പൊ ഇങ്ങനെ 2 + 3iയും അപ്പുറത്തൊരു 2 + 5i ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ വിചാരിക്കും ഇപ്പുറത്തും 2 ഉണ്ട് അപ്പുറത്തും 2 ഉണ്ട്, ഈക്വൽ അല്ലേ? അല്ല, ഈക്വൽ അല്ല. ഈക്വൽ ആവാന്ന് പറഞ്ഞാൽ അവിടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഈക്വൽ ആണ്. ചുരുക്കി പറഞ്ഞാൽ 2 + 3i 2 + 3iനോട് മാത്രമേ ഈക്വൽ ആവുള്ളൂ, കാരണം എങ്കിൽ മാത്രമേ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിട്ട് വരുള്ളൂ. A = C, B = D. എടാ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക എങ്ങനെയാണെന്നറിയോ? ദാ ഇങ്ങനെ, ഇഫ് 4x + i × 2x - y is equal to 4 + 3i, find the value of x and y. If 4x + i × 2x - y is equal to 4 + 3i, find the value of x and y. ഇങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള എക്സും വൈയും ഒക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഈക്വാലിറ്റി യൂസ് ചെയ്യുക. എങ്ങനെയാ ചെയ്യുക? ഇതിപ്പോ രണ്ടും കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലാണ്, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് A+IB എന്ന് പറയുന്ന ആൾക്കാരെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഇവിടെ എക്ക് പകരം 4xും i, ബിക്ക് പകരം 2x - y. അപ്പൊ ലെഫ്റ്റിൽ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, റൈറ്റിലോ 4 + 3i, റൈറ്റിൽ മറ്റൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഇവർ ഈക്വൽ ആണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വേഗം പറഞ്ഞേ, എന്താ എക്സിന്റെയും വൈയുടെയും വാല്യൂ? വേഗം കമന്റ് ചെയ്തേ. എക്സിന്റെ വാല്യൂ പെട്ടെന്ന് പറയാം കേട്ടോ. സോ നമുക്ക് എന്താ പറയാൻ പറ്റുക? റിയൽ പാർട്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ 4x ആണ് ഇവിടുത്തെ റിയൽ പാർട്ട്, 4 ആണ് അപ്പുറത്തെ റിയൽ പാർട്ട്. അപ്പൊ ഇവർ തമ്മിൽ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ 4x = 4 ആയിരിക്കും, x = 4/4 1 ആയിരിക്കും. മസ്ലിവാ, വെരി ഗുഡ്. എക്സിന്റെ വൈയുടെയും വാല്യൂ കറക്റ്റ് ആട്ടോ. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടി. അടുത്തത് ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. 2x - y = 3. 2x - y = 3. പക്ഷെ ഇതിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ വേണ്ട കേട്ടോ. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ഐ വേണ്ട. സോ നമ്മൾ ഐയുടെ കൂടെയുള്ള അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആൾക്കാരെ കൺസിഡർ ചെയ്തപ്പോൾ 2x - y = 3 എന്ന് കിട്ടി. ഇനി എക്സിന്റെ വാല്യൂ നമുക്ക് അറിയാം 1 ആണ്. അപ്പൊ 2 × 1 - y = 3. അല്ലെങ്കിൽ 2 - y = 3. y എന്തായിരിക്കടാ? yനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, 3നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 2 - 3 -1 ആയിരിക്കും വൈയുടെ വാല്യൂ. എത്ര പേർക്ക് കിട്ടി? യെസ്, രമേശ്, പിന്നെ മുഹമ്മദ് അക്ബർ, A4 ഷൂ, എന്താടാ, ബിസ്മിത, യെസ്, നന്ദന, എവ്ലിൻ, നൈസ് നെയിം എവ്ലിൻ, ബിസ്മിത, അഫിദ, ഒരുപാട് പേര് പറഞ്ഞു. സോ എക്സിന്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ -1 ആണ്. ഓക്കെ ആണോടാ? അപ്പൊ ഈക്വാലിറ്റി വെച്ചിട്ട് ഇത്രേ ചോദിക്കാനുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള എക്സിന്റെയും വൈയുടെയും വാല്യൂ ചോദിക്കാം. അടുത്തായിട്ട് നമ്മൾ എങ്ങോട്ടാണെന്ന് അറിയാൻ പോകുന്നത്? √(-1)
സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ ആണ് അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് -1 ആണ്. അതിനെ നമ്മൾ ഐ എന്ന് പേരൊക്കെ ഇട്ട് വിളിച്ചു. നമുക്ക് സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ -1 മാത്രമേ വരൂ എന്നുണ്ട്. അപ്പം നേരത്തെ ചെയ്ത പോലെ x² + 2 = 0 എന്ന് പറഞ്ഞ് സോൾവ് ചെയ്താൽ നമുക്ക് റൂട്ടിന്റെ ഉള്ളിൽ -2 കയറി വരും, റൂട്ടിന്റെ ഉള്ളിൽ -3 കയറി വരാം, -5 വരാം, -9 വരാം, അങ്ങനെ എല്ലാ നമ്പേഴ്സിന്റെയും നെഗറ്റീവ് സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ കയറി വരാം. സോ റൂട്ട് ഓഫ് -1 ഐ എന്ന് പേര് കൊടുത്ത് അവിടെ പരിപാടി നിർത്താൻ പറ്റില്ല. ബാക്കി നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സിന്റെയും കൂടി സ്ക്വയർ റൂട്ട് നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. പക്ഷെ ഇവർക്കൊക്കെ വേറെ വേറെ പേര് കൊടുക്കാൻ പറ്റൂടാ. അതായത് റൂട്ട് ഓഫ് -1 ഐ എന്ന് വിളിച്ചു, റൂട്ട് ഓഫ് -2 സം ജെ എന്ന് വിളിക്കുകയാണ്, -3 കെ എന്ന് വിളിക്കുകയാണ്. ഇങ്ങനെ പേര് കൊടുത്താൽ നമുക്ക് വട്ടാവും അല്ലേ, ഒരുപാട് പേര് ഇങ്ങനെ കൊടുത്തിരിക്കാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ എന്താ സിമ്പിൾ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ റൂട്ടിന്റെ ഉള്ളിൽ ഇനി ഏത് നെഗറ്റീവ് നമ്പർ കണ്ടാലും നമ്മൾ അതിനെ ഐയുടെ ടേമിലേക്ക് മാറ്റാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ സ്റ്റാർട്ടിങ് വിത്ത് റൂട്ട് ഓഫ് -2. എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് -2 ഞാൻ എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. -2 എനിക്ക് 2 × -1 എന്ന് എഴുതിക്കൂടെ? അങ്ങനെ തന്നെ 2 × -1, -1 രണ്ടാമതും 2 ആദ്യം തന്നെ എഴുതിക്കോട്ടോ. സോ 2 × -1 എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം, കുഴപ്പമില്ലല്ലോ. ഇനി റൂട്ട് ഓഫ് 2 × -1 എനിക്ക് എന്ത് ചെയ്യാന്നറിയോ? റൂട്ട് 2 × √-1 എന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല കേട്ടോ. റൂട്ട് എ ബിനെ എനിക്ക് റൂട്ട് എ × റൂട്ട് ബി എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാം. എയും ബിയും നെഗറ്റീവ് ആകുമ്പോൾ അത് പാടില്ല, ബാക്കി എല്ലാ കേസസിലും അത് ഓക്കെയാണ്. ഇവിടെ നമുക്ക് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണ്. സുഖസുന്ദരമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് റൂട്ട് 2 × √-1. രണ്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +2 ആവില്ലേന്നോ? എടാ എനിക്കത് മനസ്സിലായില്ല കേട്ടോ, എന്താ ചോദിച്ചെന്ന്? എടാ ഇത് -y എന്ന് പറഞ്ഞ വൈക്ക് അല്ലടാ മൈനസ് ഉള്ളേ, 2-നല്ലല്ലോ. നമ്മൾ -y അപ്പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ +y ആയി. 3 അവിടെ പോസിറ്റീവ്, അതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -3 ആയി. 2 - 3 ആണ് -1 ആയത് കേട്ടോ. 2ന്റെ പിറകിലുള്ള -1 സോറി -2ൻ്റെതല്ല, അത് വൈയുടേതാണേ. ഓക്കെ, സോ നമ്മൾ എന്താ പറഞ്ഞത്? റൂട്ട് 2 × √-1 എന്ന് എഴുതാം. ഇതിൽ വാട്ട് ഈസ് √-1? നമുക്കറിയാം √-1 എന്ന് പറഞ്ഞാൽ ഐ ആണ്. √-1 ഐ ആണെങ്കിൽ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് റൂട്ട് 2 × i. പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തു. റൂട്ട് ഓഫ് -2 നമ്മൾ റൂട്ട് 2 × i എന്ന് വിളിച്ചു. ഐ നമുക്കറിയാം റൂട്ട് ഓഫ് -1 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ, അനദർ നെഗറ്റീവ് നമ്പർ -2, അതിനെ നമ്മൾ ഐയുടെ ടേമിൽ മാറ്റി എഴുതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് ചെയ്താലോ. റൂട്ട് ഓഫ് -3 ആയിക്കോട്ടെ. എങ്ങനെയാണ് എഴുതുക? വേഗം പറ. റൂട്ട് ഓഫ് 3 × -1. -3 എന്ന് പറഞ്ഞാൽ 3 × -1 ആ. എഗെയിൻ സ്പ്ലിറ്റ് ചെയ്താൽ √3 × √-1 എന്ന് കിട്ടും. പക്ഷേ √-1 ഐ ആണ്, അപ്പോൾ √3 × i എന്ന് എഴുതാം. സിമ്പിൾ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് പറ, റൂട്ട് ഓഫ് -9. റൂട്ട് ഓഫ് -9 ഇതേപോലെ എഴുതുകയാണെങ്കിൽ √9 × -1 എന്ന് വരും, √9 × √-1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എന്താടാ വരിക? വേഗം പറ. √9 എന്ന് പറഞ്ഞാൽ 3 ആ. അപ്പോൾ പിന്നെ ഇവിടെ വെച്ച് നിർത്തണ്ട കേട്ടോ, √9 തന്നെ എഴുതണ്ട. √9 3 ആയതുകൊണ്ട്, നേരത്തെ √2 √3 ഒന്നും നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർസ് അല്ലാത്തതുകൊണ്ട് മാറ്റി എഴുതാനുള്ള വകുപ്പില്ലായിരുന്നു. ഇവിടെ √9 ആയതുകൊണ്ട് നമുക്ക് 3 എന്ന് എഴുതാം. റൂട്ട് ഓഫ് -1 നമുക്ക് ഐ എന്ന് വിളിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ -3 എഴുതില്ല കേട്ടോ. റൂട്ട് ഓഫ് 9 ± 3 അല്ലേന്ന് വിചാരിക്കേണ്ട, നമ്മൾ പോസിറ്റീവ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുക. സോ റൂട്ട് ഓഫ് -9 = 3i എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലേ? യെസ്. അപ്പം നമ്മളിപ്പോൾ കൺക്ലൂഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇല്ലടാ, സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പർ വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ് ഉള്ളിൽ കിടക്കുന്നെങ്കിൽ നമുക്ക് ആൻസർ നല്ല ഭംഗിക്ക് കിട്ടും. കാരണം റൂട്ട് എടുത്താൽ കറക്റ്റ് ഒരു നമ്പർ കിട്ടുമല്ലോ. അല്ലാത്ത പക്ഷം ആൻസറിൽ ഒരു എന്തുണ്ടാവും? റൂട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും, കൂടെ ഒരു ഐയും ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ ആര് വന്നാലും ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറ. റൈറ്റ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് √5 + √11. √5 + √11ന്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. വേഗം പറഞ്ഞേ, എന്താണ് ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ? ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെയുള്ള ആളാണ്. ഇവിടെ നേരിട്ട് നോക്കുമ്പോൾ, അതായത് പെട്ടെന്ന് നോക്കുമ്പോൾ ഐനെ തന്നെ കാണുന്നില്ല, പിന്നെ ഐയുടെ കൂടെയുള്ള ആളല്ലേ. അതിനെ കാണുന്നില്ല, നോക്കുമ്പോൾ കാണുന്നില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പർ കണ്ടാൽ അതിലൊരു പന്തികേടുണ്ട്, അവിടെ ഐക്കുള്ളൊരു സ്കോപ്പ് ഉണ്ട്. സോ നമ്മൾ ഐനെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എങ്ങനെയാ? ഒന്ന് ആൻസർ പറഞ്ഞേ, എന്താ ഇതിൻ്റെ ആൻസർ വരിക? √5 + √11. എടാ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് കേട്ടോ. റിയൽ പാർട്ടാണ് √5 എന്ന് പറഞ്ഞ ആരൊക്കെയോ കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, 11i എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. 11i ആണോടാ? നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യം √-11 ഒന്ന് അറുത്ത് മുറിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, റൂട്ട് ഓഫ് -11 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 11 × -1. കാരണം -11 എനിക്ക് 11 × -1 എന്ന് എഴുതാം, കുഴപ്പമില്ല. അടുത്തത് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? √11 × √-1 എന്ന് എഴുതാം, അതിലും കുഴപ്പമില്ല. ഇനി √11 11 എഴുതാൻ പറ്റുമോ? പറ്റില്ല. √11 തന്നെ എഴുതണം.
പക്ഷെ റൂട്ട് ഓഫ് -1 I എന്ന് വിളിക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു √11i. അതായത് √5 പ്ലസ് റൂട്ട് ഓഫ് -11 നമുക്ക് √5 പ്ലസ് √11i എന്ന് വിളിക്കാം. സിമ്പിൾ ആയില്ലേ പരിപാടി. ഇപ്പൊ i കയറി വന്നു. അപ്പൊ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ i അവിടെ വന്നോളും, നിങ്ങൾ പേടിക്കണ്ട. സോ ദിസ് ഈസ് ആർ കോംപ്ലക്സ് നമ്പർ. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ ആക്ച്വലി. ഇനി പറ വാട്ട് ഇസ് റിയൽ ആൻഡ് വാട്ട് ഇസ് ഇമാജിനറി പാർട്ട്. അവിടെയും ചിലർ തെറ്റിക്കുന്നത് എവിടെയാണെന്ന് അറിയോ? √11i എന്ന് പറയുന്നുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് i വേണ്ട, നമുക്ക് ഐയുടെ കൂടെ എന്തുണ്ടോ അത് മാത്രം മതി. അപ്പൊ ഇവിടെ വാട്ട് ഇസ് റിയൽ പാർട്ട്? വാട്ട് ഇസ് റിയൽ പാർട്ട്? റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്, √5 ആണ്. പക്ഷെ ഇമാജിനറി പാർട്ട് നിങ്ങൾ ഒരുപാട് പേര് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലർ തെറ്റിച്ചിട്ടുണ്ട്. ഐയുടെ കൂടെയുള്ളത് √11 ആണ്. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. യെസ്. എടാ 5 പ്ലസ് 11i അല്ല, അപ്പോ തെറ്റിച്ചിട്ടുണ്ട്, √11i ആണ് കേട്ടോ. യെസ്. ഞാൻ എഴുതിയതിൽ എവിടെയെങ്കിലും പ്രശ്നം വന്നോ? √11 അല്ലേന്ന് ആരോ ചോദിക്കുന്നുണ്ടല്ലോ. ഞാനും അതന്നെയല്ലേ എഴുതിയേ. യെസ്. അപ്പൊ അപ്പു കറക്റ്റ് ആണോ കേട്ടോ? ഓക്കെ. അപ്പൊ ഇമാജിനറി √11 ആണ്, 11 അല്ല. ഫൈൻ. അപ്പോൾ റിയൽ പാർട്ടും നമുക്ക് കിട്ടി, ഇമാജിനറി പാർട്ടും കിട്ടി. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റണം? സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് നമ്പർ കണ്ടാൽ അതിനെ നമ്മുടെ സ്വന്തം ആളാക്കി നമ്മുടെ സ്വന്തം ഐയുടെ ടേമിലേക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ ആണെങ്കിൽ √11. ചിലർ അങ്ങനെ √11 എന്ന് പറഞ്ഞ് എഴുതിയതാ അല്ലേ. ഞാൻ ഈ 11 ആണ് ശ്രദ്ധിക്കുന്നത്, കാരണം കുറെ പേര് റൂട്ടിന്റെ സിമ്പലും ഇട്ടതുകൊണ്ട്. ഓക്കെ, സോറിടാ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. √22 ഒന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യാം. പവർ ഓഫ് i. എടാ ടെക്സ്റ്റിൽ ഓർഡറിലൊന്നും അല്ല കേട്ടോ ഞാൻ പോകുന്നത്, അതാദ്യം പറയാം. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുന്ന ഒരു ഓർഡർ ഇതായിരിക്കും എന്നുള്ള അനുമാനത്തിലാണ് ഇങ്ങനെ പോകുന്നത്. സോ പവർ ഓഫ് i എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? i നമ്മൾ പറഞ്ഞു റൂട്ട് ഓഫ് -1 ആണ്. i² നമ്മൾ പറഞ്ഞു -1 ആണ്. i³ i⁴ എന്നൊക്കെ പറഞ്ഞ് വേറെയും പവേഴ്സ് എടുത്തൂടെ? i × i × i, i × i × i × i എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്തു പോക്കൂടെ? അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് വെരി ബേസിക് ആയിട്ട് നമ്മൾ തുടങ്ങുന്നത് i⁻⁴ ആരും ഞെട്ടണ്ട. ഐയുടെ പവർ 0 എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണെന്നറിയോ? 1 ആണ്. മനസ്സിലാക്കുക, a⁻⁴ എന്ന് പറയുന്നത് 1 ആണ്. എപ്പോ a നോൺ സീറോ ആകുമ്പോഴൊക്കെ എയുടെ പവർ ആയിട്ട് 0 വന്നാൽ ആൻസർ 1 ആണ്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് ഒന്നും പോകുന്നില്ല. i⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഞാനൊരു ജനറലൈസേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് പറയുന്നത്. സോ i⁻⁴ 1 ആണ്. ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ഇനി i⁻1 എന്താ? അതിനെയാണല്ലോ നമ്മൾ i എന്ന് വിളിക്കുന്നത്. അതിന് √-1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം i എന്ന് നമ്മൾ അതിനെ പേരിട്ടു, അതാണ് എളുപ്പം. അപ്പൊ അങ്ങനെ തന്നെ ഡീൽ ചെയ്താൽ മതി. ആൻഡ് വാട്ട് അബൌട്ട് i²? i² എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു i √-1 ആണെങ്കിൽ i √-1 ആണെങ്കിൽ i² √-1 × √-1 ദാറ്റ് ഈസ് -1 ആണ്. അപ്പൊ ഇവിടെ -1 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. യെസ്, -1 അല്ലേ. ഇനി i³ എന്തായിരിക്കും? നമ്മളിങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത് തന്നെയാ കേട്ടോ. i³ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാം? i³ നമുക്ക് i² × i എന്ന് പറഞ്ഞൂടെ? ഉറപ്പായിട്ടും പറയാം അല്ലേ. i³ എന്ന് പറഞ്ഞാൽ i² × i ആണ്. അതായത് i² -1 ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. i² -1 ആണെങ്കിൽ ദിസ് ഈസ് -1 × i. -1 × i എന്ന് പറഞ്ഞാൽ -i. നമ്മൾ -1 × 5 എന്താ? -5 അല്ലേ. അതേപോലെ -1 × i -i ആണ്. അപ്പൊ i³ -i എന്ന് പറയാം. ഓക്കെ ആണോടാ? അപ്പൊ നമ്മളിപ്പോൾ തുടങ്ങിയത് i⁻⁴ നമുക്ക് 1 എന്ന് കിട്ടി. i⁻1i എന്ന് കിട്ടി. i² -1 ആണ്, i³ -i ആണ്. അടുത്തത് i⁻⁴ ആണേ. എന്തായിരിക്കും i⁻⁴? എനിക്ക് എന്ത് പറയാം? i³ × i പറയാം, അല്ലെങ്കിൽ i² × i² പറയാം. അങ്ങനെ എങ്ങനെ എടുക്കാം? ഞാനിപ്പോൾ i³ × i എന്ന് എടുക്കുകയാണ്. അതായത് തൊട്ട് മുന്നേയുള്ള പവറിന്റെ കൂടെ ഒരു i മൾട്ടിപ്ലൈ ചെയ്താൽ മതി. i³ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, -i ആണ്. -iന്റെ കൂടെ ഒരു i കൂടി. അപ്പൊ എന്താണ് കിട്ടുക? -i × i i² അല്ലേ, -i² എന്ന് കിട്ടും. പക്ഷെ i² എന്താ? -1 ആ. അപ്പൊ എന്താ കിട്ടുക? -1 ദാറ്റ് ഈസ് 1. തുടങ്ങിയ 1ൽ തന്നെ നമ്മൾ എത്തുകയാണ്. സോ i⁻⁴ = 1 ആണ്. എഗെയിൻ ഇനി നമ്മൾ i⁵ ചെയ്ത i⁴ × i ആണ്. 1 × i എന്ന് കിട്ടും. അപ്പൊ ഞാൻ iയുടെ അടുത്ത് i⁵ എഴുതുന്നുണ്ട്. അടുത്തത് i⁻�6 എഴുതിയാൽ എനിക്ക് -1 കിട്ടുക. i⁻7 ചെയ്താൽ എനിക്ക് -i കിട്ടുക. എഗെയിൻ ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. i⁻8 i⁻9 i⁻10 i⁻11 ഇതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ആകെ ഇവർ വാല്യൂസ് ആയിട്ട് എടുക്കുക ആരെ മാത്രമെന്നറിയോ? ഈ കാണുന്ന 1i -1 i. നിങ്ങൾ നോക്കിക്കോ, ഐയുടെ എത്ര വലിയ പവർ നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടാൻ പോണത് 1i -1 i ആണ്. ഇതിന് ഒരു റൂൾ നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണെന്നറിയോ? നിങ്ങളിപ്പോൾ നോക്കുക, 1 എന്ന് നമുക്ക് ആൻസർ കിട്ടുമ്പോഴുള്ള പവേഴ്സിനെ നമ്മളൊന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, 1 എന്ന് ആൻസർ കിട്ടുന്ന പവേഴ്സ്, അതായത് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. 0 ആകുമ്പോൾ 1 ആണ്, 4 ആകുമ്പോൾ 1 ആണ്,
8 ആകുമ്പോൾ 1 ആണ്. 0, 4, 8. 0 എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെ 4 into 0 എന്ന് പറയാം. കാരണം 4 into 0 0 ആണ്. 4നെ എനിക്ക് 4 into 1 എന്ന് പറയാം. 8നെ എനിക്ക് 4 into 2 എന്ന് പറയാം. അടുത്തത് വരുന്നത് 11 കഴിഞ്ഞിട്ട് 12 ആയിരിക്കും. ദാറ്റ് ഈസ് 4 into 3. ചുരുക്കി പറഞ്ഞാൽ ഐയുടെ പവർ ഇല്ലടാ 4ന്റെ മൾട്ടിപ്പിൾ ആവുമ്പോൾ 4 into 0, 4 into 1, 4 into 2, 4 into 3 എന്നൊക്കെ പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഐയുടെ പവർ വന്നാൽ ആൻസർ വിൽ ബി 1. ഉറപ്പിച്ച് അവിടെ വെച്ചോ. നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ I raised to 4k അല്ലെങ്കിൽ ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ എപ്പോഴും 1 ആയിരിക്കും. ഇതെന്തിനാണെന്നറിയോ? ഐയുടെ ഏത് പവർ തന്നാലും നമ്മൾ വേറെ ഒന്നും നോക്കാണ്ട് ഡയറക്റ്റ് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രിക്ക് പഠിക്കുന്നത്. അടുത്തത് നമുക്ക് കിട്ടിയത് ഐ എന്ന് ആൻസർ കിട്ടണമെങ്കിൽ നമ്മുടെ പവർ 1 ആവാം, 5 ആവാം, 9 ആവാം. ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ? 1 എന്ന് പറഞ്ഞാൽ 0നോട് 1 ആഡ് ചെയ്തതാണ്. 5 എന്ന് പറഞ്ഞാൽ 4 + 1. 9 എന്ന് പറഞ്ഞാൽ 8 + 9. സോറി 8 + 1. ഈ രീതിയിൽ 4k ആണ് നമ്മൾ 1 ആൻസർ കിട്ടുന്നതെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടിയത് 5, 9, 1 എന്നൊക്കെ പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്തതാണ്. 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്തതാണ്. അതായത് 4 + 1 5, 8 + 1 9, 0 + 1 1. ഇതൊക്കെ എന്താണ്? 4k + 1 അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്ത ഫോംസ് ആണ്. അതിന് നമുക്ക് ആൻസർ ഐ എന്നാണ് കിട്ടിയത്. സിമിലർലി 2, 6, 10 എന്നൊക്കെ പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾസിനോട് 2 ആഡ് ചെയ്തതാണ്. ആൻഡ് 3, 7, 11 എന്നൊക്കെ പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾസിനോട് 3 ആഡ് ചെയ്തതാണ്. ഇനി വീണ്ടും 4ന്റെ മൾട്ടിപ്പിളിനോട് 4 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് 4. വീണ്ടും നമ്മുടെ ഒറിജിനൽ 4kയിലേക്ക് വരും. അപ്പം ഏത് നമ്പറിനെയും നമുക്ക് ഈ 4 കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഏതൊക്കെയാ കാറ്റഗറീസ്? I raised to 4k, 4k + 1, 4k + 2, 4k + 3. നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. വലിയൊരു നമ്പറൊക്കെയാണ് തരുന്നതെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിമൈൻഡർ ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് പറയാം അത് 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന്. അപ്പോൾ നമ്മുടെ ആൻസർ 1 ആയിരിക്കും. ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 1 റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ 4k + 1 കാറ്റഗറിയിലാണ് വരിക. ആൻസർ വിൽ ബി ഐ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ ആൻസർ -1 ആയിരിക്കും. 3 റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ ആൻസർ -i ആയിരിക്കും. ആ ഓർഡർ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. 1i - 1 - i, 1i - 1 - i. ഈ 4 നമ്പേഴ്സ് ആ ഓർഡറിൽ തന്നെ പഠിക്കുക. 1i - 1 - i. ആർക്ക് കറസ്പോണ്ടിങ് ആയിട്ടാ? 4k, 4k + 1, 4k + 2, 4k + 3. ഇത് സെറ്റ് ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് വെച്ച് സോൾവ് ചെയ്യാം. ആൻഡ് പവർ ഓഫ് 5 എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ ആണോടാ? ഇത് സെറ്റ് ആണോ? ഒരു നമ്പർ കിട്ടിയാൽ 4ന്റെ മൾട്ടിപ്പിൾ ആണോ, അല്ലെങ്കിൽ അതിനോട് 1 ആഡ് ചെയ്തതാണോ, 2 ആഡ് ചെയ്തതാണോ, 3 ആഡ് ചെയ്തതാണോ എന്ന് ഫൈൻഡ് ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ട് 1i - 1 - i എന്ന് ആൻസർ എഴുതുക. നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. ആദ്യം I raised to 21. 21നെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? 1 റിമൈൻഡർ ആയിട്ട് കിട്ടും. കാരണം 21ൽ 21 is not a multiple of 4 അല്ലേ? നമ്മൾ 4ന്റെ മൾട്ടിപ്പിൾസ് എടുത്താൽ 21 മൾട്ടിപ്പിൾ ഓഫ് 4 ആണോടാ? അല്ല, 4ന്റെ മൾട്ടിപ്പിൾ അല്ല, 20 ആണ് മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ ശരിക്കും 21 എന്ന് പറഞ്ഞാൽ I raised to 20 + 1 എന്ന് നമുക്ക് പറയാം. 20 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, കാരണം 4 × 5 ആണ് 20. അതായത് ഇത് ആക്ച്വലി എന്ത് ഫോമാടാ? 4k + 1. 4k + 1 ആണെങ്കിൽ നമ്മുടെ ആൻസർ 1i. ആൻസർ എന്താടാ? യെസ്, I. I raised to 21 എന്താ? യെസ്, വെരി ഗുഡ്, ഐ ആണല്ലേ? യെസ്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ I raised to 21 എന്ന് പറഞ്ഞാൽ ഐ ആണ്. വേഗം പറഞ്ഞേ, I raised to 103 എന്തായിരിക്കും? I raised to 103 എന്തായിരിക്കും? I raised to 103, 103. എഗെയിൻ ഒറ്റയടിക്ക് ആലോചിക്കുക, 103 മൾട്ടിപ്പിൾ ഓഫ് 4 ആണോ? അല്ല, ഒരു ഓഡ് നമ്പർ, എന്തായാലും മൾട്ടിപ്പിൾ ഓഫ് 4 അല്ല. തൊട്ട് താഴെ ആരായിരിക്കും 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്? 100 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, കാരണം 25 × 4 ആണ് 100. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 4k + 3. 100 + 3 ആണല്ലോ 103. അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് റിമൈൻഡർ എടുക്കുക കേട്ടോ. എന്തും ചെയ്യാം, നമുക്ക് അടുത്ത കേസ് അങ്ങനെ ചെയ്ത് നോക്കാം. സോ 4k + 3 എന്ന് പറഞ്ഞ ആൻസർ എന്താടാ? യെസ്, -i. കമന്റ് ബോക്സിൽ -iനെ കൊണ്ട് ആറാട്ടാണ്. യെസ്, -i ആണ് നമ്മുടെ ആൻസർ. 1i - 1 - i. ഫൈനലി 222ന്റെ കേസ് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ? ഡിവിഷൻ ഒന്നും എനിക്ക് വലിയ വശമില്ല, എങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. 222നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യം 22 എടുക്കുമ്പോൾ 5 × 4 പോകും അല്ലേ? 5 × 4 20 എന്ന് കിട്ടും. റിമൈൻഡർ എത്ര വരിക? സോറി, മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 2 എന്ന് കിട്ടും. വീണ്ടും ഈ 2നെ താഴേക്ക് ഇട്ടാൽ 22ൽ 4 എഗെയിൻ 5 പ്രാവശ്യം പോകും. 5 × 4 20 എന്ന് കിട്ടും. സോ 22 20 മൈനസ് ചെയ്താൽ 2 എന്ന് കിട്ടും. വിച്ച് മീൻസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടിയിട്ടുള്ളത് 2 ആണ്. അല്ലെങ്കിൽ എങ്ങനെയും പറയാം
222 220 divisible by 4 ആണ്. അപ്പോൾ പിന്നെ 220 plus 2 അതായത് I raised to 4k plus 2. 2 റിമൈൻഡർ ആണെങ്കിൽ 4k plus 2 ഫോം ആണ് കേട്ടോ. നേരത്തെ നിങ്ങൾ ചെയ്ത 3 ആ റിമൈൻഡർ ആയിട്ട് കിട്ടുക. സോ 4k plus 2 ആണെങ്കിൽ ആൻസർ എന്താടാ 1i minus 1 ആണ്. അപ്പോൾ ആൻസർ വിൽ ബി -1. ഹൗ എല്ലാവരും കറക്റ്റ് ആൻസർ ആണല്ലോ പറയുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഒരു തെറ്റ് അതിൻ്റെ ഇടയിൽ ഉണ്ടാവാറുണ്ടല്ലോ. യെസ്, അപ്പോൾ -1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. ഐയുടെ പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ദ വാല്യൂ ഓഫ് i പ്ലസ് i സ്ക്വയർ പ്ലസ് i ക്യൂബ് ഇസ് ഈക്വൽ ടു i പ്ലസ് i സ്ക്വയർ പ്ലസ് i ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് 2023 ചോദിച്ചതാണ്. ഐനെ നിങ്ങൾ ഇനി ഫോം മാറ്റാൻ നോക്കണ്ട, അതവിടെ നിൽക്കട്ടെ. i സ്ക്വയർ എന്താ? i സ്ക്വയർ നമുക്കറിയാം -1 ആണ്. i ക്യൂബ് എന്താടാ? i ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ആണ് പവർ അല്ലേ? അതായത് 4k plus 3 ഫോമാ, 0 plus 3. അതായത് ആൻസർ -i ആണ്. അല്ലെങ്കിൽ എങ്ങനെ ആലോചിക്കുക? i ക്യൂബ് എന്ന് പറഞ്ഞാൽ i സ്ക്വയർ ഇൻറ്റു i ആണ്, -1 ഇൻറ്റു i -i ആണ്. അപ്പോൾ നമുക്ക് i പ്ലസ് i സ്ക്വയർ പ്ലസ് i ക്യൂബിന് പകരം എന്ത് എഴുതാൻ പറ്റും? i അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. i സ്ക്വയറിന് പകരം -1 കൊടുക്കുക, i ക്യൂബിന് പകരം -i കൊടുക്കുക. എന്താ സംഭവിക്കുക? iയും -iയും അങ്ങ് ക്യാൻസൽ ആവും. ബാക്കി ഉണ്ടാവുക -1 ആണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. -1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഓക്സിലറി, അസ്വിലൊക്കെ ഞാൻ പഠിച്ചു, പറഞ്ഞു പഠിച്ചു. ഫാത്തിമ യൂസഫ്, സച്ച് അയ്യോ അത് വേറെന്താ കേട്ടോ പറയുന്നത്. റഷ്ദൻ, നന്ദന, യാ വെരി ഗുഡ്. അജ്മൽ, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ജോയ് അല്ല ജോസ്. ഓക്കെ റൈറ്റ്, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേഗം ആൻസർ പറഞ്ഞു. i raised to 9 plus i raised to 18. എടാ ഇങ്ങനെ കോമ്പിനേഷൻ ഒക്കെ കണ്ട ഓരോരുത്തർ ചെയ്ത് നോക്കിക്കോ കേട്ടോ. i raised to 9 കാണുക, i raised to 18 കാണുക, എന്നിട്ട് സം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ i raised to 9 എന്താ വരിക? 9 4ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, തൊട്ട് താഴെ ആരാ 4ന്റെ മൾട്ടിപ്പിൾ? 8 വരുന്നുണ്ട്. സോ i raised to 8 plus 1 അല്ലെങ്കിൽ 4k plus 1 എന്ന് പറയാം. ഇനി 4k plus 1 ആണെങ്കിൽ ആൻസർ എന്തായിരുന്നു? നമ്മുടെ ഓർഡറിൽ 1i ആണല്ലേ. സോ i ആണ് ആൻസർ. i raised to 18 again 18 മൾട്ടിപ്പിൾ അല്ല 4ന്റെ ഫസ്റ്റത്തെ കുറച്ച് മൾട്ടിപ്പിൾസ് ഒക്കെ നമുക്ക് അറിയാലോ. 4ന്റെ ടേബിൾ നമുക്ക് അറിയാലോ. 16 കഴിഞ്ഞാൽ പിന്നെ 20 ആ. 18 മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 16 plus 2 എന്ന് 18 എഴുതാം. അതായത് 4k plus 2 എന്ന് എഴുതാം. നമുക്ക് എന്ത് പറയാൻ പറ്റും? 4k plus 2 ആണെങ്കിൽ ആൻസർ 1i minus 1 ആണ്. അപ്പോൾ ആൻസർ എന്താടാ? i raised to 9 plus i raised to 18 is equal to i minus 1. വേണമെങ്കിൽ a plus ib ഫോം എന്ന് അവർ പറഞ്ഞതല്ലേ. അപ്പം നമുക്ക് റിയൽ നമ്പർ ആദ്യം എഴുതാം. -1 അല്ലേ ഇവിടുത്തെ റിയൽ നമ്പർ. -1ന് ആദ്യം എഴുതാം, പ്ലസ് i എന്ന് എഴുതാം. സോ ഇതാണ് നമ്മുടെ a plus ib ഫോം. ഓക്കെ ആണോടാ? യെസ്. ഇതിൽ 0 എന്ന് ഇടക്ക് പറഞ്ഞവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. iയും -iയും ആവുമ്പോഴാണ് 0 ആവുക. i -1 എന്ന് വരുമ്പോൾ ഒരിക്കലും 0 ആവില്ല. കാരണം നമ്മൾ പറഞ്ഞതാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ -1 plus i അല്ലെങ്കിൽ -2 plus 3i എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ ആണ് കേട്ടോ. യെസ്. ഇതിൻ്റെ ഇടയ്ക്ക് ആരോ സ്പീഡ് കൂട്ടാൻ പറയുന്നുണ്ട്. എടാ നേരത്തെ ആരോ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇനി നിങ്ങൾക്ക് തീരെ അറിയാത്തവരാണെങ്കിൽ ആ ഒരു ട്രാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി സ്പീഡ് കുറച്ചത്. ഇങ്ങനെ തന്നെ പോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടായാലോ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്രാക്കിലായെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അതിനനുസരിച്ച് സ്പീഡ് സെറ്റ് ചെയ്യാം കേട്ടോ. നെഗറ്റീവ് പവേഴ്സ് ഓഫ് i ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് പവറിനെ അങ്ങ് ഒഴിവാക്കാം. അതായത് നമ്മൾ ഇത്രയും നേരം പോസിറ്റീവ് പവേഴ്സ് ഓഫ് i ആണ് കൺസിഡർ ചെയ്തത്. i raised to 21, i raised to 103 എന്നൊക്കെ പറഞ്ഞിട്ട് പോസിറ്റീവ് പവേഴ്സ് ആയിരുന്നു. ഐയുടെ പവർ നെഗറ്റീവ് ആണെങ്കിലോ i raised to -1 എന്താ അവസ്ഥ? i raised to -1 ആണെങ്കിൽ യെസ് തുടങ്ങാം. എടാ പൊതുവേ നമ്മൾ നെഗറ്റീവ് പവർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിക്കോ. അറിയാത്തവരാണെങ്കിൽ x raised to -1 അല്ലെങ്കിൽ x ഇൻവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? 1/x എന്നാട്ടോ. ഒരു നമ്പറിന്റെ പവറിൽ ഒരു നെഗറ്റീവ് ഇൻറ്റിജർ വരികയാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 കറസ്പോണ്ടിങ് അതേ പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അപ്പോൾ ഇവിടെ x ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/x ആണ്. x raised to -2 എന്ന് പറഞ്ഞാൽ 1/x² ആണ്. അറിയായിരുന്നോ? x raised to -2 1/x² ആണ്. അതേപോലെ ഏത് എക്സിന്റെ നെഗറ്റീവ് എടുത്താലും x raised to -m എന്ന് പറഞ്ഞാൽ 1/x raised to m ആണ്. നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടെ? i raised to -1 എന്ന് പറഞ്ഞാൽ 1/i ആണ്. ഇവിടെ i raised to 1 ആയതുകൊണ്ട് കേട്ടോ ഞാൻ ആ പവർ മെൻഷൻ ചെയ്യാത്ത. i raised to -1 എന്ന് പറഞ്ഞാൽ 1/i ആണ്. അപ്പോൾ നെഗറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് 1 കറസ്പോണ്ടിങ് പോസിറ്റീവ് പവർ. നെഗറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ 1 കറസ്പോണ്ടിങ് പോസിറ്റീവ് പവർ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, iനെ നമ്മൾ ഒരിക്കലും താഴെ വെക്കില്ല. ഡിനോമിനേറ്ററിൽ i എന്ന് പറഞ്ഞാൽ നമ്മൾ പുന്നാരിച്ച് കൊണ്ടു നടക്കുന്ന ആളാണ്. നമ്മൾ മറ്റേ താഴെ വെച്ച എന്തോ ഉറുമ്പരിക്കും അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആളാണ്. ഒരിക്കലും നമ്മൾ ഡിനോമിനേറ്ററിൽ iനെ ഒറ്റപ്പെടുത്തി വെക്കില്ല. ഡിനോമിനേറ്ററിൽ i വന്നാൽ നമ്മൾ ചെറിയ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്ത് അതിനെ മുകളിലേക്ക് തട്ടും, ന്യൂമറേറ്ററിലേക്ക് തട്ടും.
ഒരിക്കലും നിങ്ങളുടെ ആൻസർ ഫൈനൽ ആൻസറിൽ ഒരിക്കലും ഡിനോമിനേറ്റർ ഐ വരാൻ പാടില്ല. ഐ മാത്രമല്ല 2i 3i 1+i എന്നൊക്കെ പറഞ്ഞ് ഐ ടേംസ് താഴെ വരാൻ പാടില്ല. അതിന് മുകളിലേക്കാക്കാൻ നമുക്ക് പരിപാടി ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, 1/i അല്ലേ ഇവിടുത്തെ ആള്. 1/iയുടെ താഴെയുള്ള ഐ കളയാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് ഒരു ഐ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ചെയ്തൂടെ? i/i എന്ന് പറഞ്ഞാൽ 1 അല്ലേ. സോ എനിക്കൊരു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാം, കുഴപ്പമില്ല. വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല, വെറുതെ ഡിവൈഡ് ചെയ്യാനും പാടില്ല. മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യാം. എന്താ ഇപ്പോൾ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫ്രാക്ഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്ന പോലെ തന്നെ 1 × i ചെയ്താൽ ഐ എന്ന് കിട്ടും, i × i ചെയ്താൽ i² എന്ന് കിട്ടും. പക്ഷെ i² എന്താ? -1 ആണ്. സോ ദിസ് ഇസ് i/-1. എടാ താഴെ -1 വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം -i ആണ് ഇതെന്നാണ്. സോ i ഇൻവേഴ്സ് അല്ലെങ്കിൽ i⁻⁻1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു -i. ഇത് നിങ്ങളൊന്ന് ഉറപ്പിച്ച് വെച്ചോ അവിടെ. i⁻⁻1 എന്ന് പറഞ്ഞാൽ 1/i ആണ്. ഓക്കെ ആണോ? സോ ഐയുടെ നെഗറ്റീവ് പവേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പവർ കൂടി നമുക്ക് എടുത്തു നോക്കാം, i⁻². എന്താടാ ചെയ്യണ്ടേ? 1/, കറസ്പോണ്ടിങ് പോസിറ്റീവ് പവർ എഴുതുക, 1/i². i² എന്താ? -1 ആ. അപ്പോൾ 1/-1 എന്ന് എഴുതുക. 1/-1 എന്ന് പറഞ്ഞാൽ -1 ആണ്. ആൻസർ -1 ആണ്. യെസ്, -1 എന്ന് കാണുന്നുണ്ട് കേട്ടോ. സോ ഈ രീതിയിൽ ഏത് നെഗറ്റീവ് പവർ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം. എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളത് i⁻⁻35 ആണ്. നമുക്കൊരു പ്രീവിയസ് ഇയർ വന്ന സാധനം ഇങ്ങനെ റിപ്പീറ്റഡ്ലി ആസ്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർക്ക് ഉണ്ടാവും. സോ -35 ഇട്ട് അവർ ഇതുവരെ നെഗറ്റീവ് പവർ ഒന്ന് പോന്നിട്ടില്ല ഇങ്ങോട്ട്. ഇപ്രാവശ്യം മാറിയേക്കാം, എങ്കിലും അവർ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു നമ്പർ ആയതുകൊണ്ട് നമുക്കും അതിൽ പിടിക്കാം. ഇത് ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ആണ്. i⁻⁻35 ലാസ്റ്റ് ഇയറും കൂടി, അതായത് ഈ വർഷം കൂടി ചോദിച്ചതാട്ടോ 2023. അപ്പോൾ വാട്ട് ഇസ് i⁻⁻35? 1/i⁻35. ഞാൻ പറഞ്ഞു 1/, കറസ്പോണ്ടിങ് പോസിറ്റീവ് പവർ. ഇനി 35 എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? i⁻35 എന്താ? i⁻35 എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ 35 ഇസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 4. തൊട്ട് താഴെ 34 ഇല്ല, 33 ഇല്ല, 32 മൾട്ടിപ്പിൾ ഓഫ് 4. 8 × 4 ആണ് 32. സോ 32 + 3 ആണ് 35, അതായത് 4k + 3 ആണ്. 4k + 3 എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? -i ആയിരിക്കും. അപ്പോൾ ഡിനോമിനേറ്ററിൽ ആര് വന്നു? -i വന്നു. എടാ 1/-i എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് നിർത്താൻ പാടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐനെ നമ്മൾ അങ്ങനെ താഴെ വെക്കില്ല, വലിയ കക്ഷിയാണ്, അവിടെ വെച്ച് നിർത്താൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ മൈനസിനെ നമുക്ക് കോമൺ ആയിട്ട് എടുത്തൂടെ? അതായത് നെഗറ്റീവ് മുകളിലായാലും താഴെയായാലും ഒക്കെ കണക്കാണ്. നമുക്കിതിനെ -1/i എന്ന് എഴുതിയാലും ഒരു കുഴപ്പമില്ല. മൈനസിനെ കോമൺ ആയിട്ട് എടുത്തിട്ട് -1/i എന്ന് എഴുതാം, ഒരു കുഴപ്പമില്ല. 1/i ഞാൻ പറഞ്ഞിട്ടുണ്ട് -i ആണ്, പഠിച്ചു വെക്കണം. i ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1/i. 1/i -1 ആണ് കേട്ടോ. അത് ഞാൻ പഠിക്കാൻ പറയാൻ മറന്നുപോയോ? നമ്മൾ എത്തിച്ചത് -iലല്ലേടാ. സോ i ഇൻവേഴ്സ് അല്ലെങ്കിൽ 1/i കണ്ടാൽ നിങ്ങൾക്ക് -i എന്ന് ധൈര്യമായിട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് -1/i കണ്ടു. 1/i is equal to -i ആണ്. So it is minus of -i, that is equal to i. കുറേ പേരുടെ i കണ്ടു. So i⁻⁻35 is equal to i ആണ്. സോ ഇതാണ് ഐയുടെ പവറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ദാറ്റ് ഇസ് ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, വിച്ച് ഇസ് വെരി വെരി സിമ്പിൾ. അത് നമ്മൾ പറയുന്നത് എഡീഷനും സബ്ട്രാക്ഷനും ആണ്. അത് ആക്ച്വലി 2 കേസായിട്ട് പറയാനൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ എഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തട്ടാമെന്ന് വിചാരിച്ചത്. സംഭവം ഇത്രയേ ഉള്ളൂ. 2 കോംപ്ലക്സ് നമ്പേഴ്സ് നിങ്ങൾക്ക് തരുന്നു, സം എടുക്കാൻ പറയുന്നു. ഫോർ എക്സാമ്പിൾ 2 + 3i + 5 - 2i. ഇതാണ് ചെയ്യാൻ പറയുന്നത് എന്ന് വിചാരിക്കാം. വേഗം ആൻസർ പറഞ്ഞേ, അറിയുന്നവർ വേഗം ആൻസർ പറഞ്ഞേ. 2 + 3i + 5 - 2i എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാം? ആദ്യം എന്ത് ചെയ്യാന്നറിയോ? കോംപ്ലക്സ് നമ്പേഴ്സിൽ ഇങ്ങനത്തെ ഡീലിങ്സ് ഒക്കെ വരുമ്പോൾ, പ്ലസും മൈനസും ഒക്കെ വരുമ്പോൾ ആ ബ്രാക്കറ്റ് നമുക്ക് അങ്ങ് ഒഴിവാക്കാം. മൾട്ടിപ്ലിക്കേഷനിൽ തോന്നിയ പോലെ ബ്രാക്കറ്റ് ഒഴിവാക്കരുത്, നമുക്ക് അതിലേക്ക് വരുമ്പോൾ പറയാം. ഇവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ബ്രാക്കറ്റ് ഒഴിവാക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ആ ബ്രാക്കറ്റ് ഒക്കെ ഒരു ബന്ധനമാണ്, ലൈക്ക് വെറുതെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നതാണ്. നമുക്കത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ 2 + 3i എന്ന് കിട്ടും, +5 - 2i എന്ന് കിട്ടും. കാരണം പ്ലസ് ആ ബ്രാക്കറ്റിന്റെ നടുക്ക്, സൈൻ മാറാനൊന്നുമില്ല, ജസ്റ്റ് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആലോചിക്കാൻ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഒരേ കൈൻഡ് ഓഫ് ആൾക്കാരെ നമുക്ക് ഒന്നിച്ചെടുക്കാം. അതായത് റിയൽ നമ്പേഴ്സിനെ നമുക്ക് ഒന്നിച്ച് ആഡ് ചെയ്യാം, ഇമാജിനറി നമ്പേഴ്സിനെ നമുക്ക് ഒന്നിച്ച് ആഡ് ചെയ്യാം. എടാ നമുക്കില്ലടാ ഒരേപോലത്തെ സാധനങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 ചക്കയും 4 ചക്കയും എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 2 + 4 6 ചക്കയാണെന്ന് പറയാം. 2 തേങ്ങയും 4 തേങ്ങയും ചോദിച്ചാൽ നമുക്ക് പറയാം. പക്ഷെ 2 ചക്കയും 4 മാങ്ങയും ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ജ്യൂസ് ആക്കേണ്ടി വരുമല്ലോ. അതായത് നമുക്ക് അതിന് 6 മാങ്ങ അല്ലെങ്കിൽ 6 ചക്ക മാങ്ങ ഒന്നും പറയാൻ പറ്റില്ല. ഈ രീതിയിൽ 2 ഡിഫറെന്റ് കൈൻഡ് ഓഫ് സാധനങ്ങൾ നമുക്ക് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും അങ്ങനെയാണ്. അവർ ഒരേപോലത്തെ ആൾക്കാരെ സിങ്ക് ആവുള്ളൂ, ഡിഫറെന്റ് ആൾക്കാരെ 1 + i പിടിച്ച് 2i എന്നൊന്നും എഴുതാൻ പാടില്ല. സോ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? 2, 5 എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യുക. വാട്ട് ഇസ് 2 + 5? ഇറ്റ് ഈസ് 7.
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇമാജിനറി പാർട്സ് എടുക്കുക. 3i-യും -2i-യും ആണ്. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? അതിനെ ജസ്റ്റ് ഒന്ന് മറന്നോ. ബാക്കി നമ്പേഴ്സ് നോക്കിയാൽ 3 - 2 ആ. 3 - 2 1 അല്ലേ? അതിന്റെ കൂടെ i ഇട്ട് കൊടുത്താൽ മതി. സോ 7 + i. ഓക്കെ ആണോടാ? യെസ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അഡീഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക, ഇമാജിനറി നമ്പേഴ്സും ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 3i - 2i ആയിരുന്നു. 3 - 2 1 ആണ്. 1 × i എന്ന് വരും. 7 + i ആണ് നമ്മുടെ ആൻസർ വരിക. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ചെയ്യുകയാണെങ്കിൽ ഇവരെ തന്നെ നമുക്ക് മൈനസ് ചെയ്യാം. ഇനി അതിലൊരു പ്രശ്നം വേണ്ട. 2 + 3i - 5 - 2i. എടാ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ പഠിക്കാനൊന്നുമില്ല. എന്ത് ചെയ്യാന്നറിയോ? ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോൾ 2 + 3iന്റെ കേസിൽ ഓപ്പൺ ചെയ്താൽ 2 + 3i തന്നെ കിട്ടും. പക്ഷേ 5 - 2iന്റെ കേസിൽ ഇവിടെ പുറത്ത് കിടക്കുന്നത് നെഗറ്റീവ് സൈനാണ്. നമുക്കറിയാം നെഗറ്റീവ് സൈൻ പുറത്ത് എടുക്കുമ്പോൾ നമ്മൾ അതിന് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ -5 എന്ന് വരും. പിന്നെ നെഗറ്റീവും നെഗറ്റീവ് കൂടി വരുമ്പോൾ +2i എന്ന് വരും. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈൻ റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. ഇത്രയും കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ തിരിച്ചുപോക്കാണ്. എന്ത് ചെയ്യണം? ഒരേപോലത്തെ ആൾക്കാർ, അതായത് റിയൽ ആൾക്കാരെ ഒന്നിച്ച് ആഡ് ചെയ്യുക, ഇമാജിനറിനെ ഒന്നിച്ച് ആഡ് ചെയ്യുക. 2 - 5 - 3, 3i + 2i + 5i. വെരി ഗുഡ്, വെരി ഗുഡ് കേട്ടോ. -3 + 5i. ടീച്ചറെ വെള്ളം കുടിച്ചോന്ന് പറഞ്ഞ നന്നായി. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ? -3 + 5i. എന്നാൽ ഞാനേ വെള്ളം കുടിക്കുന്ന ഗ്യാപ്പിൽ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരാളാണോ രണ്ടാളാണോ ഡിഫറൻസ് ആണോ എന്നൊന്നും നോക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ആ ബ്രാക്കറ്റ്സ് അങ്ങ് ഓപ്പൺ ചെയ്യുക, ഇവരെ അങ്ങ് സ്വതന്ത്രയാക്കി വിടുക, എന്നിട്ട് റിയൽ നമ്പേഴ്സ് മാത്രം പിക്ക് ചെയ്യുക, ഇമാജിനറി നമ്പേഴ്സ് മാത്രം പിക്ക് ചെയ്യുക. ആൻസർ വേഗം പോരട്ടെ കേട്ടോ. യെസ്. ഓക്കെ ആണോ? യാ. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ പരിപാടിയാണ് ആദ്യം ചെയ്യുന്നത്. 1 + iയുടെ ബ്രാക്കറ്റ് കളഞ്ഞാൽ 1 + i തന്നെ, കാരണം മൈനസ് മുന്നിലില്ല, അങ്ങനെ തന്നെ വെക്കാം. അടുത്തത് നെഗറ്റീവ് മുന്നിലുണ്ട്, മൈനസ് മുന്നിലുള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ ഒന്ന് മാറ്റണം. -1 എന്ന് വരും, മൈനസും മൈനസ് കൂടി +6i എന്ന് വരും. പിന്നെ അടുത്തത് പ്ലസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് 2 + i എന്ന് കൊടുത്താൽ മതി. 72 + 8i ആണോടാ? അത്രയും വരാൻ ചാൻസ് ഇല്ലല്ലോ. ഇനി ഇവിടെ നോക്കിക്കോ, റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 -1 2 ഇത്രയും ആൾക്കാരാണ്. പക്ഷേ ഇവർ ആഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം 1ഉം -1ഉം ക്യാൻസൽ ആവും. ആകെ ഉള്ളതൊരു 2 ആണ്. സോ 2 എന്ന് വരും. അടുത്തതോ ഇമാജിനറി നമ്പേഴ്സ് നോക്കുമ്പോൾ i + 6i + i. മൊത്തത്തിൽ എത്ര i ഉണ്ട്? 1 6 1, അതായത് 8i വരുന്നുണ്ട്. അപ്പോൾ 2 + 8i എന്ന് വരും. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. 2 + 8i ആണ് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ എക്സ്പ്രസ് ദിസ് കോംപ്ലക്സ് നമ്പർ ഇൻ a + ib ഫോം. വേഗം പറ, എങ്ങനെയാ വരിക? വേഗം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്കൊരു റിയൽ നമ്പർ പുറത്ത് കിടക്കുന്നുണ്ട്, അതേപോലെ സെക്കൻഡ് ടേമിൽ ഒരു i പുറത്ത് കിടക്കുന്നുണ്ട്. ഒന്നുമില്ല, നമ്മൾ സാധാരണ പോലെ നമ്മൾ ഈ റിയൽ നമ്പറിനെ ജസ്റ്റ് ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അതെന്താണെന്നറിയോ വരിക? 3 × 7 എന്ന് വരും. ദാറ്റ് ഈസ് 21. അടുത്തതോ 3 × i7 അല്ലെങ്കിൽ 3 × 7i. അപ്പോൾ എന്താ വരിക? 3 × 7 21 ആണ്, കൂടെ ഒരു i വരും. 21 + 21i. അടുത്തതോ i × 7 7i. ഇനിയോ i × i7, ദാറ്റ് ഈസ് 7ന്റെ കൂടെ i × i 2 പേരുണ്ട്, ദാറ്റ് ഈസ് i². 2i എന്നല്ല കേട്ടോ, i + i ആണ് 2i. i × i എന്ന് പറഞ്ഞാൽ i² അല്ലേ? സോ 7i² എന്ന് വരും. ആൻസർ എന്താണ് വരിക? 21 പ്ലസ് ഇവിടെ 21iയും 7iയും രണ്ടും i ടേംസാണ്. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 28i എന്ന് വരും. വാട്ട് ഈസ് 7i²? എപ്പോഴും മനസ്സിലാക്കുക, i² ടേം കണ്ട ഒരിക്കലും അവിടെ വെച്ച് നിർത്തരുത് കേട്ടോ. എപ്പോഴും i²ന് എന്ത് കൊടുക്കണം? -1 എന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ 7 × -1 -7 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക? 21ഉം -7ഉം രണ്ടും റിയൽ നമ്പേഴ്സ് ആണ്. 21 - 7 ചെയ്താൽ 14 എന്ന് കിട്ടും, പ്ലസ് 28i എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ. അസ്ലിവാ? യെസ്. ഓടാ, ഞാൻ ഫുഡൊക്കെ കഴിച്ചടാ. ഞാൻ നല്ല പൊറാട്ടയും ബീഫൊക്കെ തട്ടിയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ എനർജി വേണ്ട എനിക്ക്. യെസ്. അപ്പോൾ 21 + 28i അല്ല, അജ്മൽ ചെയ്തതിൽ എവിടെയോ ഒരു കുഞ്ഞു പ്രശ്നം വന്നിട്ടുണ്ട്. സംഭവം 21 - 7 ചെയ്തില്ല അല്ലേ? അതാട്ടോ പ്രശ്നം. അപ്പോൾ 14 + 28i ആണ് കേട്ടോ വരിക. കാരണം 7i²ന് -1 കൊടുത്താൽ -7 എന്ന് കിട്ടും. അതുകൂടി ചെയ്താൽ 14 + 28i ആണ് ആൻസർ കിട്ടുക. വെരി ഗുഡ്. അടുത്തത് നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് പറയുന്നത്. കാര്യമായിട്ടൊന്നും പറയാനില്ല, നമുക്ക് ജസ്റ്റ് എക്സാമ്പിളിലൂടെ തന്നെ പഠിക്കാം. 2 + 3i × 5 - 2i ആയിക്കോട്ടെ. എങ്ങനെയാണെന്നറിയണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? ഒന്നുമില്ല, നമ്മൾ സാധാരണ a + b × b + c ഒക്കെ ചെയ്യുന്ന പോലെ. ആദ്യം ശ്രദ്ധിക്കുക കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കുക. 2 × 5 ചെയ്യുക. ഇപ്പുറത്തുള്ള ആളെ നമ്മൾ അപ്പുറത്തുള്ള ഫസ്റ്റ് ആളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 5 10. ഇനി 2നെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക?
അടുത്ത ആൾ -2i എന്ന് എടുക്കണം കേട്ടോ, കാരണം നെഗറ്റീവ് ഉണ്ട്. 2 into -2i, ദാറ്റ് ഈസ് -4i. സിമ്പിൾ. കഴിഞ്ഞില്ല. ഇനി 3നെ എടുക്കുക, 3iനെ എടുക്കുക. സോ ആദ്യത്തെ ആളെ നമ്മൾ അപ്പുറത്തെ രണ്ടാൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്ത ആളായിട്ടുള്ള 3i എടുക്കുന്നു. 3i into 5 ചെയ്യാം. 3i into 5 എന്ന് പറയുമ്പോൾ 3 into 5 15 വരും, ഒരു iയും വരും. സോ 15i എന്ന് വരും. അടുത്തതോ ഇതേ 3iനെ നമ്മൾ ഫോർത്ത് ആളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 3i into -2i. 3i into -2i എന്ന് പറയുമ്പോൾ 3 into -2 -6 എന്നും വരും. i into i i² എന്നും വരും. ക്ലിയർ ആയോ? യെസ്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? 10 -4i plus 15i എന്ന് പറഞ്ഞാൽ 15 4 മൈനസ് ചെയ്താൽ 11i എന്ന് വരും അല്ലേ. ഇനി -6i² i² -1 ആണ്. അപ്പൊ ഇതെന്താ? -6 into -1 ആണ്. ദാറ്റ് ഇസ് +6. ആൻസർ എന്താണ് വരിക? വെരി ഗുഡ്. 16 plus 11i. ഹാഷിറിന് എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയല്ലോ. 10 plus 5i എവിടെ നിന്ന് വന്നു? 10 plus 5i അല്ല, 16 plus 11i ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഈ രീതിയിൽ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ എലമെന്റ്സിന് എടുക്കുക, ഒരു i² ടേം ഉണ്ടാവും, അയാൾക്ക് i² -1 എന്ന് കൊടുത്ത് അതിന് റിയൽ നമ്പർ ആക്കിയിട്ട് ആഡ് ചെയ്താൽ നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് ഡിവിഷൻ ചെയ്യുമ്പോൾ ചെയ്യാം കേട്ടോ. 10 - 19i അല്ലല്ലോടാ, അതെങ്ങനെയാ വന്നേ? 10 - 19i റയാൻ ഒന്നുകൂടി ഒന്ന് നോക്കിക്കേട്ടോ. യെസ്. അപ്പോൾ ഈ രീതിയിൽ എടാ ഇവിടെ -4iയും +15iയും ആണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും 4 + 15 19 എടുക്കാൻ പാടുണ്ടോ? -4 + 15 എന്ന് പറയുമ്പോൾ നമ്മൾ വലുതെന്ന് ചെറുത് കുറയ്ക്കല്ലേ ചെയ്യണ്ടേ? 15 - 4 ചെയ്യുക, നമുക്ക് എന്താ കിട്ടുക? 11i എന്നാട്ടോ കിട്ടുക. കൂടി ഒരു +6 ഉണ്ടാവും, കാരണം -6 into -1 ആണ്, i² -1 അല്ലേ. അതുകൂടി ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോടാ. യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ എടാ i² -1 കേട്ടോ, i² -1 ആടാ. സോറി ടീച്ചർ, എന്തിനാ? മിസ്റ്റേക്ക് പറ്റണ്ടേ? പഠിക്കുമ്പോൾ തെറ്റൊക്കെ പറ്റും. വൺസ് കറക്റ്റ് ചെയ്താൽ പിന്നെ ആ തെറ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യില്ല. അതാണ് തെറ്റ് പറ്റുന്നത് നല്ലതാണ്. ഒരു പ്രാവശ്യം തിരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റ് പിന്നെയും പറ്റില്ല. ഇറ്റ്സ് ഗുഡ്. യാ. ഇനി നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിവിഷനാണ് പഠിക്കാൻ പോകുന്നത്. അതിന്റെ മുന്നേ ഒരു കുഞ്ഞു കാര്യം ഞാൻ പറയുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷന്റെ കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ ഡിവിഷനിൽ ചെയ്യും. കാരണം ഡിവിഷൻ ചെയ്യണമെങ്കിൽ ആക്ച്വലി അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ പരിപാടിയിലേക്ക് കടക്കുകയാണ്. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അവിടെ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. a + ib കോൺജുഗേറ്റ് എന്താണെന്നറിയോ? a - ib. അതായത് ഐയുടെ കൂടെയുള്ള സൈൻ ഒന്ന് റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. അത് പ്ലസ് ആണെങ്കിൽ മൈനസും ആക്കണം, മൈനസ് ആണെങ്കിൽ പ്ലസും ആക്കണം. വേഗം പറഞ്ഞോ, നമുക്ക് എക്സാമ്പിളിലൂടെ പഠിക്കാം. 2 + 3iയുടെ കോൺജുഗേറ്റ് എന്താ? 2 + 3iയുടെ കോൺജുഗേറ്റ് എന്താ? പ്ലസ് മാറ്റി മൈനസ് ആക്കുക. 2 - 3i. ആരുടെ പ്ലസ്സാ? ഐയുടെ കൂടെയുള്ള ആൾ കേട്ടോ. നിങ്ങൾ നടുവിലുള്ള സൈൻ ഒന്നും പഠിച്ചു വെക്കരുതേ, കാരണം തിരിച്ചു മറിച്ചൊക്കെ വന്നാലും നിങ്ങൾ ഐയുടെ കൂടെയുള്ള സൈനാണ് റിവേഴ്സ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ പറ 1 - iയുടെ കോൺജുഗേറ്റ് എന്താ? മൈനസ് മാറ്റി പ്ലസ് ആക്കുക, 1 + i എന്ന് വരും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം -2i + 3യുടെ കോൺജുഗേറ്റ് എന്താ? -2i + 3. ഇവിടെയാണ് തെറ്റിക്കാൻ പോണത്. -2i + 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താക്കും അറിയാം? നടുവിലുള്ള പ്ലസിന് മൈനസ് ആക്കും. -2i -3 എന്ന് എഴുതും. പാടില്ല. ഐയുടെ കൂടെ ആരാണോ ഉള്ളത്, ഐയുടെ കൂടെ -2, ആ മൈനസ് ആണ് പ്ലസ് ആക്കേണ്ടത്. അപ്പൊ എന്താ സംഭവിക്കുക? 2i + 3 എന്ന് വരും. അല്ലാണ്ട് നടുക്കെന്ന് പഠിച്ചു വെക്കരുത് കേട്ടോ. 2i + 3 എന്ന് വരും, അല്ലെങ്കിൽ 3 + 2i എന്നും പറയാം. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒന്ന് തിരിച്ചിട്ടൊക്കെ തരും. അപ്പോഴും മനസ്സിലാക്കുക, ഐയുടെ കൂടെയുള്ള സൈൻ റിവേഴ്സ് ചെയ്യുക. അതാണ് കോൺജുഗേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിവിഷൻ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്നറിയോ കോംപ്ലക്സ് ഡിവിഷൻ ചെയ്യുക? സിമ്പിൾ ആടാ. നോക്കിക്കോ, 2 + 3i ഡിവൈഡഡ് ബൈ 1 - i. ഇതാണ് നമ്മളോട് ചെയ്യാൻ പറയാം. z1 ബൈ z2. നമ്മൾ എന്താ ചെയ്യാം? നമ്മുടെ സാധാരണ പോലെ ബോക്സ് ഒക്കെ വരച്ച് ലോങ് ഡിവിഷൻ ആണോ? അല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, താഴെ i വരാൻ പാടില്ല. 1 - iയോ 2 + iയോ 3iയോ ആരും വരാൻ പാടില്ല. അപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം, താഴെയുള്ള കോംപ്ലക്സ് നമ്പർ ഇല്ലടാ, ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പർ, അതിന്റെ കോൺജുഗേറ്റ് എടുക്കുക. കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ 1 - iയുടെ കോൺജുഗേറ്റ് ആരാ? വേഗം പറ. 1 - iയുടെ കോൺജുഗേറ്റ് ആരാ? 1 - iയുടെ കോൺജുഗേറ്റ് 1 + i ആണ്. 1 + i കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. സോ 2 + 3i ബൈ 1 - iനെ നമ്മൾ 1 + i ബൈ 1 + i ആണ് ചെയ്യുക. ഓക്കെ ആണോടാ? ക്ലാസ് ഒരു 10:15 ആവൂടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ തുടക്കത്തിൽ തന്നെ 1.25 മണിക്കൂറിന്. നിങ്ങൾ വെറുതെ എന്നെ ടെൻഷൻ ആക്കല്ലേ. ഞാൻ പിന്നെ സ്പീഡ് കൂട്ടിയാൽ നിങ്ങൾ മനസ്സിലാവില്ല എന്ന് പറയേ. കുറച്ചൊക്കെ ഇരിക്കും, എക്സാം അല്ലേ. യാ. അപ്പൊ 2 + 3i ബൈ 1 - i ഇൻറ്റു 1 - iയുടെ കോൺജുഗേറ്റ് ആയിട്ടുള്ള 1 + i ബൈ 1 + i. ഇനി എന്താണെന്നറിയോ ചെയ്യുക? സാധാരണ പോലെ ന്യൂമറേറ്ററിൽ 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്.
1 മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ അല്ലേ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ. അതായത് ആക്ച്വലി എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആക്ച്വലി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? 1 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ ചെയ്താൽ മതി. പക്ഷെ ഇതിന് കുറച്ചുകൂടി എളുപ്പം എന്താണെന്നറിയോ? നിങ്ങൾ ഐനെ അങ്ങ് മറന്നേക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ഫോമിൽ ഒരാളെ കണ്ടാൽ ആൻസർ എന്തായിരിക്കും എന്നറിയോ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഐ വേണ്ട, എന്താണോ ഐയുടെ കൂടെ ഉള്ളത് ആ നമ്പറിന്റെ സ്ക്വയർ എടുത്താൽ മതി. സോ ഇവിടെ 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ അല്ലെങ്കിൽ 1 മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എ ആയിട്ടുള്ളത് 1 ആണ്, പ്ലസ് ഐയുടെ കൂടെ അഗെയിൻ 1 1 ഐ അല്ലേ. അപ്പോൾ വീണ്ടും 1 സ്ക്വയർ ചെയ്യുക. 1 പ്ലസ് 1 2 എന്നാണ് ഡിനോമിനേറ്റർ വരിക. ന്യൂമറേറ്റർ എന്താണെന്നറിയോ വരിക? 2 ആണ് ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററിൽ വരിക എന്താണെന്ന് വെച്ചാൽ 2 ഇൻറ്റു 1 2 പ്ലസ് 2 ഇൻറ്റു ഐ 2i. ഇനി അടുത്തതോ 3i ഇൻറ്റു 1 3i. സാധാരണ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ എടാ. ആൻഡ് ഫൈനലി 3i ഇൻറ്റു ഐ പ്ലസ് 3i സ്ക്വയർ എന്ന് വരും. സിമ്പിൾ. അപ്പം നമ്മൾ മുകളിൽ ജസ്റ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 2 എന്ന് കിട്ടും. പക്ഷേ എളുപ്പവഴി ഉണ്ട്. എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി ആകുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ മതി. എങ്ങനെയാണ്? ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൻസർ ആണോ? മൈനസ് 1/2 പ്ലസ് 5i/2 അല്ലേ. നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ അടുത്ത സ്റ്റെപ്പിൽ 3i സ്ക്വയറിൽ ഐ സ്ക്വയറിന് എനിക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഐ സ്ക്വയർ മൈനസ് 1 ആണ്. സോ ഐ സ്ക്വയറിന് മൈനസ് 1 എന്ന് കൊടുത്താൽ ഇതെന്തായിട്ട് വരും? 2 പ്ലസ് 2i പ്ലസ് 3i 5i എന്ന് വരും. പിന്നെ മൈനസ് 3 ഇൻറ്റു മൈനസ് 1 മൈനസ് 3 എന്ന് വരും, ഡിവൈഡഡ് ബൈ 2. 2ഉം മൈനസ് 3യും ആണ് റിയൽ നമ്പേഴ്സ്. അവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2 മൈനസ് 3 മൈനസ് 1 എന്ന് വരും, പ്ലസ് 5i ഡിവൈഡഡ് ബൈ 2. ഇയാൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിന് കറക്റ്റ് ഒരു ഫോം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും നമ്മൾ 2നെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് മൈനസ് 1/2 പ്ലസ് 5/2 ഐ. മൈനസ് 1/2 പ്ലസ് 5/2 ഐ. ഓക്കെ ആണോടാ? മൈനസ് 1/2 പ്ലസ് 5/2 ഐ. വെരി ഗുഡ്, വെരി ഗുഡ്. ബിസ്മിത, അസ്ലിവ അല്ല അസ്ലിവ, വർഷ, യാ വെരി ഗുഡ്. പിന്നെ ആരാ? നിധി. നിധി എൻ്റെ കോളേജിൽ പഠിച്ച ഒരു ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. നിധിഷ എന്നായിരുന്നു പേര്, പക്ഷേ നമ്മൾ അവളെ നിധി എന്നായിരുന്നു വിളിക്കാറുള്ളത്. നിധി ഇസ് എ നൈസ് നെയിം. ഓക്കെ, യെസ്. അപ്പോൾ 2 പ്ലസ് 3i/1 മൈനസ് ഐയുടെ ശരിക്കുള്ള ഒരു എ പ്ലസ് ഐ ബി ഫോം എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 പ്ലസ് 5/2 ഐ ആണ്. അപ്പം നമ്മളിവിടെ ഡിനോമിനേറ്റർ നോക്കിയാൽ മനസ്സിലാവും 2i. അവിടുത്തെ നമ്മുടെ ഇമാജിനറി പാർട്ട് പോയി, ഐ ഇല്ല, ഇപ്പോൾ 2 ഉള്ളൂ. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് കോംപ്ലക്സ് ഡിവിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുക അല്ലേ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ കോൺജുഗേറ്റ് ഓഫ് 1 മൈനസ് 2i. വേഗം പറഞ്ഞോ. 1 മൈനസ് 2iയുടെ കോൺജുഗേറ്റ് എന്താ? 1 പ്ലസ് 2i ആണല്ലേ. ഇനി ചോദിച്ചിട്ടുള്ളത് 2 പ്ലസ് 3i ഡിവൈഡഡ് ബൈ 1 മൈനസ് 2i ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതല്ലല്ലോ നമ്മളിപ്പോൾ ചെയ്തേ. അയ്യോ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആയാലും നമ്മളിപ്പോൾ ചെയ്തത് ഒരു ഐയും 2iയും തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസം ഉണ്ടായത് നന്നായി, അല്ലെങ്കിൽ ഞാൻ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമായിരുന്നു. ഇത് ആക്ച്വലി പ്രീവിയസ് ഇയർ ആട്ടോ. റൈറ്റ്. അപ്പോൾ ഇവിടെ 1 മൈനസ് 2i ആണ് താഴെ. കോൺജുഗേറ്റ് 1 പ്ലസ് 2i എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മൈനസ് 2iയുടെ കോൺജുഗേറ്റ് ആയിട്ടുള്ള 1 പ്ലസ് 2i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്റ്റെപ്പ് എന്താടാ? ആദ്യം ന്യൂമറേറ്റേഴ്സ് ഡീൽ ചെയ്യുക. ന്യൂമറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 2 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 2. അടുത്തത് 2 ഇൻറ്റു 2i, അപ്പോൾ പ്ലസ് 2i എന്ന് വരും. ആൻഡ് ദെൻ 3i ഇൻറ്റു 1 പ്ലസ് 3i, 3i ഇൻറ്റു 2i പ്ലസ് 6i സ്ക്വയർ. സോ ഈ രീതിയിൽ നമ്മൾ 2 ഇൻറ്റു 1 2 ഇൻറ്റു 2i 3i ഇൻറ്റു 1 3i ഇൻറ്റു 2i നമ്മൾ ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ പരിപാടി ചെയ്തു. ഡിനോമിനേറ്റർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുത്താൽ മതി. ഇവിടെ a1ഉം b2 ആണ്. എടാ മൈനസ് 2 വരെ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ? ബി സ്ക്വയർ ചെയ്യുമ്പോൾ അത് 2 തന്നെയാണ്. സോ നമുക്ക് എന്ത്, അതായത് മൈനസ് 2 ആയാലും 2 ആയാലും സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് ജസ്റ്റ് എടുത്താൽ മതി. അവിടെ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യണ്ട, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ എന്താ വരിക? 2 പ്ലസ് 2i പ്ലസ് 3i എന്ന് പറഞ്ഞാൽ 5i വരും. 6i സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ മൈനസ് 1 ആയതുകൊണ്ട് മൈനസ് 6 എന്ന് വരും, ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ എന്താടാ? മൈനസ് 1 ആണ്. സോ 6 ഇൻറ്റു മൈനസ് 1 മൈനസ് 6 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4 ദാറ്റ് ഈസ് 5. എന്താ കിട്ടുക? 2 മൈനസ് 6 2 മൈനസ് 6 മൈനസ് 4 ആണ്, പ്ലസ് 5i ഡിവൈഡഡ് ബൈ 5. എന്താണ് ആൻസർ കിട്ടുക? യെസ്, ആൻസർ കിട്ടുക മൈനസ് 4/5 പ്ലസ് 5/5i എന്നാണ്. പക്ഷെ 5/5 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൈനസ് 4/5 പ്ലസ് i എന്ന് വരും. 3 ആണോ? നിങ്ങൾക്ക് എങ്ങനെ 3 കിട്ടിയേ? 2i ആണടാ, 2 സ്ക്വയർ ആടാ ചെയ്യണ്ടേ. ഓക്കെ, എടാ 3 എങ്ങനെയാ വന്നേ? അതൊന്ന് കറക്റ്റ് ചെയ്യണേ. യാ റൈറ്റ്.
എടാ ഇത് നോക്കിക്കേ നിങ്ങൾ, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, അതായത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് ചെയ്താൽ 1 സ്ക്വയർ മൈനസ് 2y സ്ക്വയർ എന്ന് വരും. അതായത് 1 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ 4 ഇൻറ്റു ഐ സ്ക്വയർ എന്ന് വരും. ഐ സ്ക്വയർ മൈനസ് 1 അല്ലേ, അപ്പോൾ എന്താ വരിക 1 മൈനസ് മൈനസ് 4 ദാറ്റ് ഇസ് 5. അതേ 5 ആണ് നമ്മൾ ഈ ഐ ഒന്നും എടുക്കാണ്ട് ഡയറക്റ്റ് പറഞ്ഞത് കേട്ടോ. റൈറ്റ്, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ചെയ്താൽ 5 എന്ന് കിട്ടും. -4 പ്ലസ് 5y ഡിവൈഡഡ് ബൈ 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, 5 പ്ലസ് √2i ബൈ 1 മൈനസ് √2i. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ കോംപ്ലക്സ് ഡിവിഷൻ ആണ്. √2 എന്നുള്ളത് കൊണ്ട് അതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു എക്സാമ്പിൾ ഇട്ടതാണ്. നമുക്ക് ചെയ്ത് നോക്കാം. 5 പ്ലസ് √2i ഡിവൈഡഡ് ബൈ 1 മൈനസ് √2i. എന്താ ചെയ്യണ്ടേ, ഡിനോമിനേറ്ററിൽ 1 മൈനസ് √2i ആണ്, അതിൻ്റെ കോൺജുഗേറ്റ് 1 പ്ലസ് √2i ആണ്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് √2i. 5 പ്ലസ് √2i ഡിവൈഡഡ് ബൈ 1 മൈനസ് √2i into 1 plus √2i by 1 plus √2i. That is equal to, വേഗം പറ, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into 1 5 plus 5 into √2i 5 √2i. 5 into √2i എന്താ, 5 √2i. അടുത്തത് √2i into 1 √2i and then √2i into √2i. അപ്പോൾ എന്താ വരിക, √2 into √2 2ഉം വരും, i into i സ്ക്വയറും വരും, അപ്പോൾ 2i സ്ക്വയർ എന്ന് വരും. ഡിവൈഡഡ് ബൈ താഴെ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്യുമ്പോൾ 1 സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ ആണ് കേട്ടോ, 2 സ്ക്വയർ അല്ല, √2 ആണ് അടുത്ത ബി എന്ന് പറയുന്നത്. സോ √2 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാ സോൾവ് ചെയ്യുക, ഐ സ്ക്വയറിന് പകരം -1 എന്ന് കൊടുക്കുക. ഇനി 5ഉം -2ഉം വരും അല്ലേ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. 5 പ്ലസ് ന്യൂമറേറ്ററിൽ ഇനി നോക്കിക്കേ, 5 √2i പ്ലസ് √2i. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരേപോലത്തെ ടേംസാണ്, √2iയും 5 √2iയും. മൊത്തത്തിൽ എത്ര √2i ഉണ്ട്, 6 √2i. 5 √2i ഉണ്ട്, ഒരു √2i ഉണ്ട്, ആഡ് ചെയ്യുമ്പോൾ 6 √2i എന്ന് കിട്ടും. പിന്നെ 2 into -1 -2 എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ 1 plus 2 എന്ന് കിട്ടും, കാരണം √2 സ്ക്വയർ 2 ആണ്. അടുത്ത സ്റ്റെപ്പിൽ 5 - 2 3 ആണ്, പ്ലസ് 6 √2i എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 3/3 ചെയ്താൽ 1 കിട്ടും, 6/3 ചെയ്താൽ 2 കിട്ടും. സോ 1 plus 2 √2i എന്ന് ആൻസർ കിട്ടും. എവിടെ 1 plus 2 √2i. വെരി ഗുഡ് അസ്ലിവ. അസ്ലിവ നമ്മുടെ ഫ്രണ്ട് ബെഞ്ചറാ തോന്നുന്നുണ്ട്, ഫസ്റ്റത്തെ ആൻസർ എപ്പോഴും അസ്ലിവയാണല്ലോ തരുന്നത്. യാ, ഫ്രണ്ട് ബെഞ്ചർ എന്നൊന്നും ഇല്ല കേട്ടോ, അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ലേ. ലാസ്റ്റ് ബെഞ്ചിലുള്ളവർക്ക് എന്താ ആൻസർ പറഞ്ഞൂടെ ഫസ്റ്റ്, അതെൻ്റെ ഭാഗത്തുള്ള തെറ്റ്, സോറി. ഓക്കെ, സോ 1 plus 2 √2i. ഓക്കേടാ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ, ഇതേപോലെ തന്നെയാണ്, കോംപ്ലക്സ് ഡിവിഷൻ ആണ്, പക്ഷേ ജസ്റ്റ് ഒരു കോമ്പിനേഷൻ ആയിട്ട് ചോദിച്ചു. Z1 നിങ്ങൾക്ക് തന്നു, Z2 നിങ്ങൾക്ക് തന്നു, ചോദിച്ചിട്ടുള്ളത് Z1 into Z2 by Z2 ബാർ. Z1 into Z2 ഡിവൈഡഡ് ബൈ Z2 ബാർ. ഒന്ന് തിരിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ. Z1 എന്ന് പറഞ്ഞാൽ എന്താ, 2 plus i ആണ്. Z2 എന്ന് പറഞ്ഞാൽ 1 plus i ആണ്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളാണോ, 10 മണിയായിട്ട് ലൈവ് ഒക്കെ എടുത്ത് നടക്കുക. എത്ര കുട്ടികളൊക്കെ ലൈവിലുണ്ട് ഇപ്പോഴും, പഠിക്കാൻ വന്നവരല്ലേ. +2 ഇത്രയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഭയങ്കര അടിപൊളി. ഹായ് ഹായ്, എടാ ഉഷാറല്ലേ. അപ്പൊ ഞാൻ ഇനി 10 മണിക്കൊന്നും ഇവിടെ നിന്ന് കഥ പറയുന്നില്ല, ഞാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ട്. അപ്പൊ പഠിച്ചോളി, കോംപ്ലക്സ് നമ്പർ ഒക്കെ സെറ്റ് ആയിക്കോളി. ഐ ആം എ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡന്റ് ബട്ട് സ്റ്റിൽ വാച്ചിങ് ഇറ്റ്. 10ാം ക്ലാസ്സിലെ കുട്ടി ഒന്ന് ഇന്റഗ്രൽ കാണുന്നുണ്ട്. ആണോ, അതെ നല്ലതാ. ഷാവിൽ സാർ പോവാണോ, ബൈ ബൈ ബൈ, ആയിക്കോട്ടെ ശരി. യെസ്, അപ്പൊ ബാക്കി പരിപാടികൾ നടത്തല്ലേ, ആണോ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഡിനോമിനേറ്ററിൽ Z2 ബാർ നമുക്ക് തന്നിട്ടുള്ളത് Z2 ആണ്, ദാറ്റ് ഇസ് 1 plus i. Z2ന്റെ ബാർ എടുക്കുക എന്ന് പറഞ്ഞാൽ 1 plus iയുടെ കോൺജുഗേറ്റ് എടുക്കുക. അപ്പൊ 1 plus iയുടെ കോൺജുഗേറ്റ് എന്താ, 1 minus i ആണ്. അപ്പൊ നമ്മൾ ഡിനോമിനേറ്ററിൽ 1 minus i എഴുതാം. Z1 Z2 by Z2 ബാർ. Z1ന് പകരം 2 plus i, Z2ന് പകരം 1 plus i. താഴെ Z2 ബാർ ആയതുകൊണ്ട് നമ്മൾ 1 plus iയുടെ കോൺജുഗേറ്റ് ആയിട്ടുള്ള 1 minus i കൊടുത്തു. ഇനി എന്താണെന്ന് അറിയാടാ ചെയ്യേണ്ടേ, ന്യൂമറേറ്റേഴ്സിൽ 2 plus i into 1 plus i കാണുന്നില്ലേ, അവരൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടം സംതിങ് ബൈ സംതിങ്, കറക്റ്റ് ആ ഒരു ഫോം ആണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്. സോ ഇവിടെ ന്യൂമറേറ്ററിൽ ഓൾറെഡി ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്ക് അതൊന്ന് ചെയ്ത് വെക്കാം. സോ വാട്ട് ഇസ് ഇറ്റ്, എന്നിട്ടാണ് നമ്മൾ ഡിവിഷനിലേക്ക് വരിക. സോ പ്രൊഡക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 2 plus i into 1 plus i, ഞാൻ ഇവിടെ വേറെ ചെയ്യുന്നുണ്ട്. 2 into 1 2 എന്ന് വരും, പ്ലസ് 2 into i 2i, i into 1 i, പ്ലസ് i into i സ്ക്വയർ, ദാറ്റ് ഇസ് -1. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, 2 - 1 1, 2i plus i 3i. അപ്പം എന്ത് കിട്ടും, 1 plus 3i എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ന്യൂമറേറ്റർ 1 + 3i എന്ന് കിട്ടി. ഡിനോമിനേറ്റർ 1 - i. ഒരു മാറ്റവും ഇല്ല. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. ഇപ്പം നമ്മുടെ സാധാരണ ഡിവിഷൻ ഫോമിലാണ്. സോ 1 + 3i/1 - i എന്ന് പറഞ്ഞാൽ എന്താടാ? 1 + 3i/1 - i എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിവിഷൻ ചെയ്യുക? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 1 - iയുടെ കോൺജുഗേറ്റ് 1 + i ആണ്. മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? ആദ്യം 1 + 3i × 1 + i എന്ന് പറയുമ്പോൾ 1 × 1 1. അടുത്തത് 1 × i i. And then 3i × 1 3i, 3i × i 3i². Divided by 1 - i × 1 + i എന്ന് പറഞ്ഞാൽ 1² + 1². It is equal to 1 + i + 3i എന്താടാ? 4i ആണ്. i² -1 ആയതുകൊണ്ട് 3 × -1 -3 എന്ന് വരും. താഴെ 2 എന്ന് വരും. 1 - 3 - 2 + 4i divided by 2. -2/2 -1 4/2 2 -1 + 2i. ആടാ അസ്ലിവ ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് ചെയ്തൂടെ? -2/2 4/2. ആ ഡിവിഷൻ കൂടി ചെയ്താൽ കുറച്ചുകൂടി അടിപൊളി ആൻസർ കിട്ടി. ദാറ്റ് ഈസ് -1 + 2i. സോ ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാൻ ഈ ഡിസ്കസ് ചെയ്തതൊക്കെ എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് +2കാർക്ക് ഇംപ്രൂവ്മെന്റിന് ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. Z1 × Z2/Z2 ആയിരുന്നു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, സോ ഇനി നമ്മൾ അടുത്തായിട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇതിനോട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ പറയാവുന്നതാണ്. പുതുതായിട്ട് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. സംഭവം ഇത്രയേ ഉള്ളൂ. Z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നിങ്ങളോട് കാണാൻ പറയും. Z-ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് Z-ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ Z ഇൻവേഴ്സ് എന്ന് വിളിക്കാം. Z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോടാ? ഇറ്റ് ഈസ് 1/z. അതായത് നിങ്ങളോട് 3 + 4iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1/3 + 4i ചെയ്യുക. എങ്ങനെയാ ചെയ്യുക? ന്യൂമറേറ്ററിൽ 1 ആണെന്നേ ഉള്ളൂ. സാധാരണ ഡിവിഷൻ എങ്ങനെയാണോ അതേപോലെ ചെയ്യുക. അതായത് 1/3 + 4iയുടെ കൂടെ ഡിനോമിനേറ്ററിൽ 3 + 4i അല്ലേ, അതിന്റെ കോൺജുഗേറ്റ് എടുക്കുക. അപ്പോൾ 3 - 4i എന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ന്യൂമറേറ്റർ നോക്കിക്കേ, 1 × 3 - 4i. മൾട്ടിപ്ലൈ ചെയ്യാനൊന്നുമില്ല, എളുപ്പമാണ് അല്ലേ? സോ 1 × 3 - 4i എന്ന് പറഞ്ഞാൽ 3 - 4i ആണ്. താഴെയോ 3 + 4i × 3 - 4i ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് a² + b² എന്ന് പറഞ്ഞാൽ 3² + 4². സോ എന്തായിട്ടാ? 3 - 4i divided by 9 + 16 എന്ന് വരും. ദാറ്റ് ഈസ് 25. അപ്പോൾ എന്തായിട്ടാ? നമുക്ക് 3/25 - 4/25i എന്ന് വരും. ഓക്കെ ആണോടാ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. Z ആണെങ്കിൽ 1/z. എന്നിട്ട് നമ്മൾ സാധാരണ എന്ത് ചെയ്യും? 1/ ആ കോംപ്ലക്സ് നമ്പർ എഴുതിയിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഫൈനൽ ആൻസറിലേക്ക് വരിക. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് 2 - 3iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 2023 ലാസ്റ്റ് ഇയർ മോഡലിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യുക? 1/2 - 3i ചെയ്യുക. എന്നിട്ട് 2 - 3iയുടെ കോൺജുഗേറ്റ് ആയിട്ടുള്ള 2 + 3i മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ന്യൂമറേറ്റർ എളുപ്പമാണ്. 1 × 2 + 3i 2 + 3i. ഡിനോമിനേറ്ററോ a² + b², ദാറ്റ് ഈസ് 2² + 3². ന്യൂമറേറ്റർ 2 + 3i, ഡിനോമിനേറ്റർ 4 + 9 13. 2/13 + 3/13i. കഴിഞ്ഞോടാ? യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു Z തന്നിട്ടല്ലാണ്ട് ഇങ്ങനെ ചോദിച്ചാലോ? ഫൈൻഡ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആൻഡ് കോൺജുഗേറ്റ് ഓഫ് 1 + i/1 - i. 1 + i/1 - iയുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കോൺജുഗേറ്റും ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് വിധത്തിൽ ചെയ്യാം. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് Z-ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/z ആ. 1/z എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കലാ. അപ്പോൾ ഇവിടെ 1 + i/1 - iയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തിരിച്ചിട്ടാൽ മതി. 1 - i/1 + i എന്ന് കിട്ടും. പക്ഷെ അവിടെ വെച്ച് നിർത്താൻ പാടില്ല. വീണ്ടും നമ്മൾ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് അതിനെ a + ib ഫോമിലേക്ക് മാറ്റണം. ഇവിടെ ആക്ച്വലി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മാത്രമല്ല ചോദിച്ചത്, കോൺജുഗേറ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല എന്താണെന്നറിയോ? ആദ്യം ഈ 1 + i/1 - iനെ നമുക്ക് നമ്മുടെ സാധാരണ a + ib ഫോമിലേക്ക് മാറ്റാം. എങ്ങനെയാ? കോംപ്ലക്സ് ഡിവിഷൻ അല്ലേ, നമുക്ക് കോൺജുഗേറ്റ് എടുക്കാം. 1 - iയുടെ കോൺജുഗേറ്റ് 1 + i, അഗെയിൻ 1 - iയുടെ കോൺജുഗേറ്റ് 1 + i. മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ നോക്കിക്കേ 1 + i × 1 + i ആണ്. ദാറ്റ് ഈസ് 1 + i² ഡിവൈഡഡ് ബൈ താഴെ 1 - i × 1 + i ആണ്. ദാറ്റ് ഈസ് 1² + 1². നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോംപ്ലക്സ് നമ്പേഴ്സ് ഡീൽ ചെയ്യുമ്പോൾ ഇല്ലടാ, നമ്മൾ റിയൽ നമ്പേഴ്സിൽ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റീസ് ഇല്ലേ? a + b² a + b³ a - b³, ഇതൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഇവിടെ 1 + i² എന്ന് പറഞ്ഞാൽ a + b² പോലെ തന്നെ a² + 2ab + b² അല്ലേ? അതേപോലെ 1² + 2 × 1 × i +
ബി സ്ക്വയർ എന്ന് പറയാം. എല്ലാ ഐഡന്റിറ്റീസും നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിനും യൂസ് ചെയ്യാം. ഡിവൈഡഡ് ബൈ താഴെ 2 എന്ന് വരും. ന്യൂമറേറ്ററിൽ എന്താ വരിക? 1 പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ 2i ആണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഡിവൈഡഡ് ബൈ 2. 1ഉം -1ഉം ക്യാൻസൽ ആയി. ബാക്കി 2i ബൈ 2 എന്നാണ് വരിക അല്ലേ? 2i ബൈ 2 എന്താടാ? ഐ ആണ്. സോ നമ്മുടെ കോംപ്ലക്സ് നമ്പർ ആക്ച്വലി എന്താണ്? ഇതാണ് നമുക്ക് തന്നിട്ടുള്ള z. അത് പക്ഷേ നമ്മൾ ചെയ്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് ജസ്റ്റ് ഐ ആണെങ്കിൽ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിലുള്ള കോംപ്ലക്സ് നമ്പർ z ഇസ് ഈക്വൽ ടു ഐ ആണ്. ഐൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1/z ആണ്. ദാറ്റ് ഈസ് 1/i ആണ്. 1/i എന്താ? തുടക്കത്തിൽ നമ്മൾ പഠിച്ചതാണ്, -i ആണ്. 1/i -i ആണ്. ഇനി കോൺജുഗേറ്റ് എന്താ? എടാ a പ്ലസ് ഐ ബിയുടെ കോൺജുഗേറ്റ് a മൈനസ് ഐ ബി ആ. 0 പ്ലസ് ഐ ആണ് ഐ എന്ന് പറയുന്നത്. സോ 0 പ്ലസ് ഐയുടെ കോൺജുഗേറ്റ് എന്താ വരിക? 0 മൈനസ് ഐ. 0 പ്ലസ് ഐയുടെ കോൺജുഗേറ്റ് 0 മൈനസ് ഐ എന്ന് വരും. സോ 0 മൈനസ് ഐ അല്ലെങ്കിൽ -i. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കോൺജുഗേറ്റും -i തന്നെയാണ്, വിച്ച് ഇസ് സെയിം. രണ്ടും -i ആണ് കേട്ടോ. സോ കോംപ്ലക്സ് നമ്പർ നമ്മൾ ആദ്യം ചെയ്തത് a പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റി, എന്നിട്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കോൺജുഗേറ്റും കണ്ടത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. പൊതുവെ ഇത് തന്നെയാണ് സേഫ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് ഒരു കോംപ്ലക്സ് നമ്പർ അല്ലാണ്ട് നിങ്ങൾക്കൊരു ഫോം മാറ്റിയിട്ട് തരികയാണെങ്കിൽ എന്ത് ഫൈൻഡ് ചെയ്യണമെങ്കിലും ആദ്യം നിങ്ങൾ അതിനെ a പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റിക്കോ. എന്നിട്ട് ബാക്കി സാധാരണ ചെയ്യുന്ന പോലെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കോൺജുഗേറ്റ് ആണോ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണോ, മോഡുലസ് ആണോ, എന്താണോ ചോദിക്കുന്നത് അത് ഫൈൻഡ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് 5 - 3i ഹോൾ ക്യൂബ്. ഇത് കൊമേഴ്സുകാർക്കൊക്കെ മുന്നേ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. 5 - 3i ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ക്യൂബാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു a പ്ലസ് ബി ഹോൾ ക്യൂബ്, a മൈനസ് ബി ഹോൾ ക്യൂബ്. ഇതുപോലെ നമ്മൾ സാധാരണ റിയൽ നമ്പേഴ്സിൽ ഡീൽ ചെയ്യുന്ന ഐഡന്റിറ്റീസ് ഒക്കെ കോംപ്ലക്സ് നമ്പേഴ്സിനും ബാധകമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ? a മൈനസ് ബി ഹോൾ ക്യൂബ് ഇല്ലേ, അതിൽ a ആയിട്ട് 5നെയും b ആയിട്ട് 3iനെയും കൺസിഡർ ചെയ്താൽ മതി. അതിനാദ്യം a മൈനസ് ബി ഹോൾ ക്യൂബ് അറിയണം. എന്താ a മൈനസ് ബി ഹോൾ ക്യൂബ്? അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഇസ് a ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. ഇതാണ് a മൈനസ് ബി ഹോൾ ക്യൂബ്. നമ്മുടെ കയ്യിലുള്ളത് 5 - 3i ഹോൾ ക്യൂബ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു a ആയിട്ട് നമ്മൾ എന്തെടുക്കണം? a ആയിട്ട് 5നെ എടുക്കണം, b ആയിട്ട് 3iനെ എടുക്കണം. ഇനി a ക്യൂബിന് വരെ എന്ത് കൊടുക്കണം? 5 ക്യൂബ് കൊടുക്കണം. -3 ഇൻറ്റു a സ്ക്വയർ ആയിട്ട് 5 സ്ക്വയർ കൊടുക്കുക, b ആയിട്ട് 3i കൊടുക്കുക, പ്ലസ് 3 ഇൻറ്റു ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. 3 ഇൻറ്റു a ആയിട്ട് എന്ത് കൊടുക്കുക? 5 കൊടുക്കുക, b സ്ക്വയർ എന്ന് പറയുമ്പോൾ 3i സ്ക്വയർ. കറക്റ്റ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് സ്ക്വയർ കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ 3i സ്ക്വയർ എന്ന് കൊടുക്കുമ്പോൾ ഐക്ക് മാത്രം സ്ക്വയർ വരും. ഇവിടെ 3q ഐക്കും സ്ക്വയർ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ 3i ആണ് b, അതിൻ്റെ ക്യൂബ്. വേഗം ഒന്ന് ആൻസർ പറഞ്ഞിട്ടൊന്ന് ചെയ്തു നോക്കിയിട്ട് ആൻസർ പറഞ്ഞേ. എന്താ വരിക? 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 മൈനസ് 3 ഇൻറ്റു 5 സ്ക്വയർ ഇൻറ്റു 3, അതായത് 25 ഇൻറ്റു 9 എന്ന് വരും. 25 ഇൻറ്റു 10 250, അതിന് ഒരു 25 കുറച്ചാൽ പോരെ. അപ്പോൾ 225 എന്ന് വരും അല്ലേ. സോ മൈനസ് 225i എന്ന് വരും. ഇനി അടുത്തതോ 3 ഇൻറ്റു 5 ഇൻറ്റു 3 സ്ക്വയർ ഐ സ്ക്വയർ എന്ന് വരും. 3i ഹോൾ സ്ക്വയർ എന്താ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? a സ്ക്വയർ ബി സ്ക്വയറാ. അതേപോലെ 3i സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ഐ സ്ക്വയറാ. ദാറ്റ് ഈസ് 9i സ്ക്വയറാ. അപ്പോൾ എന്താ വരിക? 9 ഇൻറ്റു 3 ഇൻറ്റു 5 ആണ്. 15 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ വീണ്ടും 150 എന്നൊരു 15 കുറച്ചാൽ 135 എന്ന് വരും. സോ 135i സ്ക്വയർ എന്ന് വരും, പ്ലസ് 135i സ്ക്വയർ മൈനസ് 3i ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് ഇൻറ്റു ഐ ക്യൂബ് ആണ്. 3 ക്യൂബ് 27 ആണ്. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. ഐ സ്ക്വയറിന് വരെ എന്ത് പറയാൻ പറ്റും? -1 എന്ന് പറയാൻ പറ്റും. സോ ഈ രീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഒന്ന് പരിപാടികൾ മാറ്റി മാറ്റി ചെയ്യാം കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 125 മൈനസ് 135 വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐ ടേംസ് ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഐ സ്ക്വയർ തന്നെ എഴുതണോടാ. ഐ സ്ക്വയർ തന്നെ എഴുതാം. ഇനി ഞാനത് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ദിസ് ഇസ് ഐ സ്ക്വയർ. ഐ സ്ക്വയറിന് -1 എന്ന് കൊടുത്താൽ അത് -135 ആവും. 125 മൈനസ് 135 നമ്മൾ ഒന്നിച്ച് ചെയ്യും. -225i പ്ലസ് 27i അല്ലേ, അത് നമ്മൾ ഒന്നിച്ച് ചെയ്യും. എന്താ കിട്ടുക? 125 മൈനസ് 135 ചെയ്താൽ -10 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്താ വരിക? -10 വരും. പിന്നെ -225 എന്ന് 27 പോയാൽ -198i എന്ന് വരും. അപ്പോൾ ആൻസർ വരിക -10 മൈനസ് 198i ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു സോൾവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ആൻഡ് CBSE അല്ല, സോറി, കൊമേഴ്സ് ആർക്ക് ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ, അതായത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ, a മൈനസ് ബി ഹോൾ ക്യൂബ്, a പ്ലസ് ബി ഹോൾ ക്യൂബ്, ഇങ്ങനെയുള്ള ഫോമിൽ കോംപ്ലക്സ് നമ്പേഴ്സിനെ കണ്ടാൽ പേടിക്കണ്ട. സാധാരണ ഐഡന്റിറ്റീസ് അവിടെയും കൊടുക്കുക. അവിടെ എക്കും ബിക്കും പകരം ആ കോംപ്ലക്സ് നമ്പേഴ്സ് കൊടുക്കാന്നേ ഉള്ളൂ.
അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവസാനത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗം പറഞ്ഞേ, എന്താ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ? എടാ z is equal to a plus ib ആണെങ്കിൽ നമ്മൾ പറഞ്ഞു z ബാർ എന്ന് പറഞ്ഞാൽ a minus ib ആണ്. ഇതിനെയാണ് നമ്മൾ മോഡുലസ് കോൺജുഗേറ്റ് എന്ന് വിളിച്ചത്. കോൺജുഗേറ്റിന്റെ നൊട്ടേഷൻ ആണ് z ബാർ. മോഡുലസിന്റെ നൊട്ടേഷൻ നമ്മുടെ സാധാരണ മോഡ് 5 മോഡ് 6 ഒക്കെ നമ്മൾ എഴുതൽ എങ്ങനെയാ? രണ്ട് സൈഡിൽ ഓരോ വര ഇടും. അതേപോലെ മോഡ് z അല്ലെങ്കിൽ മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇറ്റ് ഈസ് സിംപ്ലി റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, യെസ്. ടൈം ഇസ് ഓവർന്ന്. എടാ ഒരു 5 മിനിറ്റ് കൂടി. സോറി. മോഡ് z എന്താ? റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ വേഗം പറയാം, 5 പ്ലസ് 3 ഐയുടെ മോഡ് എന്താ? മോഡ് ഓഫ് z എന്ന് പറഞ്ഞാൽ ഇത് z ആണെങ്കിൽ കേട്ടോ, ഇഫ് ദിസ് ഇസ് z then മോഡ് z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 പ്ലസ് 9. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 34. അവിടെ വെച്ച് നിർത്താം. സോ ഈ രീതിയിൽ ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിന്റെ മോഡുലസ് നമുക്ക് എഴുതാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ z is equal to 1 minus i ആണെങ്കിലോ? z is equal to 1 minus i. മോഡ് z എന്താണെന്നറിയോ? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് ഐയുടെ കൂടെ -1 ആണ്. സോ -1 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 പ്ലസ് 1 റൂട്ട് 2 എന്ന് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, മൈനസ് ആയാലും പ്ലസ് ആയാലും ഒക്കെ മോഡ് എടുക്കുമ്പോൾ കണക്കാണ്. കാരണം നമ്മൾ എയുടെയും ബിയുടെയും സ്ക്വയർ എടുക്കുന്നുണ്ട്. സോ അവിടെ നെഗറ്റീവും പോസിറ്റീവും ബാധിക്കണില്ല. സെഡിന്റെയും z ബാറിന്റെയും അല്ലെങ്കിൽ മൈനസ് സെഡിന്റെ ഒക്കെ മോഡുലസ് സെയിം ആയിരിക്കും. കാരണം എയുടെയും ബിയുടെയും സ്ക്വയർ നമ്മൾ എടുക്കുന്നുണ്ട്. യെസ്, എടാ കഴിഞ്ഞു. ഒരു ഇത്തിരി നേരം കൂടി വെയിറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഇത് പിന്നെയും നാളെ എണീച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഈ ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്, 1-2 തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മോഡുലസിന്റെ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് പ്രോപ്പർട്ടിയാണെന്ന് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. സോ സംഭവം ഇതാണ്, ഇഫ് a plus ib into c plus id into e plus f is equal to capital A plus ib, show that a square plus b square into c square plus d square into e square plus f square is equal to capital A square plus b square. എന്തോ ഒരു സംഗതി തന്നു, വേറെ എന്തോ ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, കണക്ഷൻ എങ്ങനെയാണെന്ന് അറിയോ ഉണ്ടാക്കണ്ടേ? a plus ib, c plus id, e plus if എല്ലാം കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. പക്ഷെ ഷോ ചെയ്യേണ്ടത് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, c സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ, e സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ. ആരുടെ കൂടെയും ഐനെ കാണുന്നില്ല, ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്. എങ്ങനെയാ കണക്ഷൻ ഉണ്ടാക്കുക? യെസ്, ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. വാട്ട് ഈസ് മോഡ് ഓഫ് a പ്ലസ് ഐ ബി? a പ്ലസ് ഐ ബിയുടെ മോഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അതായത് മോഡ് എടുക്കുമ്പോഴാണ് നമുക്ക് ഐ ഒക്കെ പോയി a സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറയുന്ന ടേംസിനെ കിട്ടുന്നത്. ഇവിടെയും ഇതേപോലെ a സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഡി സ്ക്വയർ അങ്ങനത്തെ ടേംസ് ആണ്. സോ മോഡ് എടുത്താൽ നമുക്ക് ഈ പറയുന്ന a സ്ക്വയറും ബി സ്ക്വയർ ഒക്കെ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അവിടെ റൂട്ട് ഉണ്ട്, സാരമില്ല, നമുക്കൊന്ന് തുടങ്ങി നോക്കാം. സോ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, തന്നിട്ടുള്ളത് a പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ് ഐ ഡി ഇൻറ്റു ഇ പ്ലസ് ഐ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ പ്ലസ് ഐ ബി എന്നാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ലെഫ്റ്റിലും റൈറ്റിലും മോഡ് എടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ടേക്കിംഗ്, ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ എക്സാമിന്, മോഡുലസ് ഓൺ ബോത്ത് സൈഡ്സ്. ഒരു സൈഡിൽ മാത്രം എടുക്കാൻ പാടില്ല, രണ്ട് സൈഡിലും നമ്മൾ മോഡ് എടുക്കും. എന്തിനാന്ന് വെച്ചാൽ ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഒക്കെ നമ്മൾ ഉണ്ടാക്കണ്ടേ, അതിലേക്ക് എത്തിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ലെഫ്റ്റിൽ മോഡ് എടുത്താൽ മോഡ് ഓഫ് എ പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ് ഐ ഡി ഇൻറ്റു ഇ പ്ലസ് ഐ എഫ് എന്ന് വരും. റൈറ്റിൽ മോഡ് എടുത്താൽ മോഡ് ഓഫ് ക്യാപിറ്റൽ എ പ്ലസ് ഐ ബി എന്ന് വരും. എഗെയിൻ ലെഫ്റ്റിൽ എന്താ ഉണ്ടാവുക? മോഡ് ഓഫ് എ പ്ലസ് ഐ ബി ഇൻറ്റു സി പ്ലസ് ഐ ഡി ഇൻറ്റു ഇ പ്ലസ് ഐ എഫ് എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് Z1 Z2 Z3 പോലെയാണ്. എടാ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മോഡില്ലേ, അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പ്രോപ്പർട്ടി. അതായത് ഈ ഒരു മൊത്തത്തിലുള്ള മോഡിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ? മോഡ് എ പ്ലസ് ഐ ബി ഇൻറ്റു മോഡ് സി പ്ലസ് ഐ ഡി ഇൻറ്റു മോഡ് ഇ പ്ലസ് ഐ എഫ് എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാം. പ്രോപ്പർട്ടിയാണ്. സോ ആ രീതിയിൽ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മോഡ് എടുക്കാൻ പറ്റും. കാരണം എന്താ? മോഡ് എ പ്ലസ് ഐ ബി എനിക്കറിയാം, ഇറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. മോഡ് സി പ്ലസ് ഐ ഡിയോ റൂട്ട് ഓഫ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആണ്. മോഡ് ഇ പ്ലസ് ഐ എഫ് ഒ റൂട്ട് ഓഫ് ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ ആണ്. റൈറ്റിൽ മോഡ് ഓഫ് ക്യാപിറ്റൽ എ പ്ലസ് ഐ ബി റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ തന്നെയാണ്. പക്ഷെ നമുക്ക് വേണ്ടിയിരുന്നത് ഈ റൂട്ട് ഇല്ലാത്ത സംഗതിയാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ, ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ. എന്താ ചെയ്യുക? ലെഫ്റ്റിലും റൈറ്റിലും ഇവിടെ ഇഷ്ടംപോലെ റൂട്ട് ഉണ്ട്. മൊത്തത്തിൽ എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റും റൈറ്റും അങ്ങ് സ്ക്വയർ ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയിട്ട് നമ്മുടെ ഒറിജിനൽ ആൻസർ കിട്ടും. സോ ഇത് എഴുതി വെച്ചാൽ മതി. സ്ക്വയറിംഗ്
ബോത്ത് സൈഡ്സ്. ലെഫ്റ്റും റൈറ്റും സ്ക്വയർ ചെയ്താൽ ലെഫ്റ്റിലും റൈറ്റിലുള്ള ഓരോ സ്ക്വയർ റൂട്ടും ക്യാൻസൽ ആയിട്ട് നമുക്ക് ആൻസർ എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഇൻറ്റു ഇ സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ശുഭം. ശുഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് തീർന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് ഒത്തിരി ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്, വിച്ച് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ എങ്കിലും ഒരു ചാപ്റ്റർ പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് കൂടി എനിക്ക് പറയാനുണ്ട്. അതുകൂടി പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്തത്? തന്നിട്ടുള്ളത് ആദ്യം നമ്മൾ മോഡ് എടുത്തു. മോഡ് എടുത്തിട്ട് നമ്മൾ മോഡുലസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് അത് സ്പ്ലിറ്റ് ചെയ്തത്. കാരണം നമുക്ക് ഈ പ്രൊഡക്റ്റ് കണ്ടിട്ട് മോഡ് എടുക്കാനൊന്നും വയ്യ. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ മോഡിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിൽ ഓരോ മോഡും നമ്മൾ ഫൈൻഡ് ചെയ്തു. അവസാനം നമുക്ക് സ്ക്വയർ റൂട്ട് ഇല്ല നമ്മുടെ ആൻസറിൽ. സോ നമ്മൾ എന്ത് ചെയ്തു? റൂട്ട് അങ്ങ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ലെഫ്റ്റും റൈറ്റും സ്ക്വയർ ചെയ്തു. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് വി ഗോട്ട് ദി റിക്വയർഡ് ആൻസർ. ഓക്കെ റൈറ്റ്. എടാ ഉറക്കം വന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ലേ? എണീറ്റ് പോവാണ്ട്? അത് തന്നെ വലിയ കാര്യം. നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ഉണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. സോ ഇത്രയേ ഉള്ളൂ. ആർഗൻ പ്ലെയിൻ ആൻഡ് പോളാർ റെപ്രസെൻറ്റേഷൻ. ഇതിൽ പോളാർ റെപ്രസെൻറ്റേഷൻ ആക്ച്വലി ഇല്ല, ഡിലീറ്റഡാ. ആർഗൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ആർഗൻ പ്ലെയിൻ അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പ്ലെയിൻ ഇല്ലടാ, നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിൻ. നമ്മൾ എങ്ങനെയാണ് അവിടെ നമ്പേഴ്സ് കൊടുക്കുക? 1 2 3 4 എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലേ? അതേപോലെ കോംപ്ലക്സ് പ്ലെയിൻ എങ്ങനെയാണെന്നറിയോ? 1 2 3 4 -1 -2 -3 -4 എന്നൊക്കെ പറഞ്ഞ് റിയൽ ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസിനെ നമ്മൾ വിളിക്കുക റിയൽ ആക്സിസ് എന്നാണ്. ഇനി വൈ ആക്സിസ് എങ്ങനെയാണെന്നറിയോ ഉണ്ടാവുക? നമ്മൾ പൊതുവെ 1 2 3 4 എന്ന് പറയുന്നതിന് പകരം I 2I 3I 4I എന്ന് നമുക്ക് പറയാം. ഞാൻ ലെഫ്റ്റിൽ എഴുതായത്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ 1 2 3 4 തന്നെ പറയലുണ്ട്. അല്ലെങ്കിൽ I 2I 3I 4I, താഴെ -I -2I -3I എക്സെട്ര. ഈ രീതിയിൽ നമുക്ക് എക്സ് ആക്സിസിനെ റിയൽ ആക്സിസ് എന്നും വിളിക്കാം, വൈ ആക്സിസിനെ ഇമാജിനറി ആക്സിസ് എന്നും വിളിക്കാം. ഇതൊക്കെ എന്തിനാണെന്നറിയോ? നമ്മുടെ കയ്യിൽ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് 2 + 3I. അതിനില്ലടാ നമുക്ക് നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ അല്ലെങ്കിൽ ആർഗൻ പ്ലെയിൻ എന്ന് നമുക്ക് വിളിക്കുന്ന ഈ ഒരു പ്ലെയിനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നറിയോ? നമ്മൾ സാധാരണ 2 3 എന്ന് പറയുന്ന പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യില്ലേ? എങ്ങനെയാ? എക്സ് ആക്സിസിൽ 2ഉം വൈ ആക്സിസിൽ 3ഉം എടുക്കും അല്ലേ? ആ രീതിയിൽ നമുക്ക് എക്സ് ആക്സിസിൽ 2ഉം വൈ ആക്സിസിൽ 3iയും എടുത്തിട്ട്, അതായത് ഇങ്ങനെ ഈ പോയിന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 2 3i. അല്ലെങ്കിൽ ഇത് ആക്ച്വലി ഐ എന്ന് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഐ എന്ന് എടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? യെസ്, എവിടെ അണ്ടു എവിടെ അണ്ടു? യാ നിങ്ങൾ സാധാരണ കാർട്ടീഷ്യൻ പ്ലെയിൻ ആയിട്ട് തന്നെ ഓർത്തോ. സോ കാർട്ടീഷ്യൻ പ്ലെയിൻ ആയിട്ട് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ 1 2 3 4 -1 -2 -3. നിങ്ങൾ എങ്ങനെയാണ് സാധാരണ 2 3 എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ എങ്ങനെയാണ് നൊട്ടേഷൻ കൊടുക്കുക? നമ്മൾ 2 എന്ന് പറയുന്ന എക്സ് ആക്സിസിലും 3 വൈ ആക്സിസിലും മൂവ് ചെയ്യും. അങ്ങനെ ഈ ഒരു പോയിന്റ് 2 3 കണ്ടുപിടിക്കും അല്ലേ? ഈ പോയിന്റ് ആണ് നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിലെ 2 + 3i എന്ന് പറയുന്ന പോയിന്റ്. ഇതുപോലെ ഓരോ കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കോംപ്ലക്സ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലെയിനെയാണ് നമ്മൾ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ -1 + 2i എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഒന്നുമില്ല, -1 2 എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെയാണോ റെപ്രസെന്റ് ചെയ്യുക അതേപോലെ. സോ എക്സ് ആക്സിസിൽ -1ഉം വൈ ആക്സിസിൽ 2ഉം എടുത്താൽ നമ്മുടെ പോയിന്റ് ഇവിടെ കിടക്കും. ഇതാണ് -1 + 2i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. സോ സാധാരണ a + ib എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ സാധാരണയായി നമ്മൾ ab എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെയാണോ റെപ്രസെന്റ് ചെയ്യുക അതേപോലെ നമുക്ക് പ്ലെയിനിൽ കൊടുക്കാൻ പറ്റും. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആർഗൻ പ്ലെയിൻ ഓർ കോംപ്ലക്സ് പ്ലെയിൻ. സോ എ പ്ലെയിൻ ഹാവിംഗ് കോംപ്ലക്സ് നമ്പേഴ്സ് അസൈൻ ടു ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ്. ഒരു പ്ലെയിനിൽ ഓരോ പോയിന്റിനും നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് അസൈൻ ചെയ്യുന്നത്. 1 1 എന്ന് പറയുന്ന പോയിന്റിന്റെ അർത്ഥം 1 + i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആണ്. 5 10 എന്ന് പറയുന്ന പോയിന്റിന്റെ അർത്ഥം 5 + 10i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആണ്. ഈ രീതിയിൽ ഓരോ പോയിന്റിനും നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് അസൈൻ ചെയ്യുന്ന പ്ലെയിനെ നമ്മൾ കോംപ്ലക്സ് പ്ലെയിൻ എന്ന് വിളിക്കും. ശരിക്കും കഴിഞ്ഞു. ഇനി ഞാൻ വെറുപ്പിക്കില്ല, ശരിക്കും നമ്മുടെ ടോപ്പിക് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫൈനലി ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ കൂടി ഉണ്ട്. ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ ഇതാണ്, കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ പറഞ്ഞ് സസ്പെൻസ് ഒന്നും വിളിക്കണ്ട. i⁻50 + i⁻51 + i⁻52 + i⁻53 is equal to what? ഇത് ചെയ്താൽ നിങ്ങളൊരു റിയലൈസേഷനിലേക്ക് എത്തും. സംഭവം ഇത്രയേ ഉള്ളൂ. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പവേഴ്സ് ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ട് 4 ആൾക്കാർ വരികയാണെങ്കിൽ അവരുടെ സമ്മ് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫിക്സ്ഡ് നമ്പർ ആയിരിക്കും കിട്ടുക. ആ നമ്പർ നിങ്ങൾ ഫൈൻഡ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം ബാക്കിയുള്ളവർക്കും ഏൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് i⁻20 21 22 23 ചെയ്താലും 23 24 25 26 ചെയ്താലും ഒക്കെ 4 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് പവേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ അവരുടെ സം വിൽ ബി സം വാല്യൂ. യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ആൻഡ് കമന്റ്. ഇനി നമ്മുടെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എടാ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയായിരുന്നോ? കോംപ്ലക്സ് നമ്പേഴ്സ് അറിയാത്തവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയായിരുന്നു? അറിയുന്നവർക്ക് ഒരു റിവിഷൻ ആയിട്ടുണ്ടായിരുന്നോ? യൂസ്ഫുൾ ആയിരുന്നോ എന്നൊക്കെ ഒന്ന് പറഞ്ഞേ.
ഉറക്കം നോക്കി നിൽക്കായിരിക്കും അല്ലേ? എന്നാൽ ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുക. ഇനിയും നമുക്ക് ബാക്കി ചാപ്റ്റേഴ്സൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൻ്റെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ക്വസ്റ്റ്യൻ ആൻസറും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയുക. മിസ്സേ ഇവിടെ ഇത്തിരി പ്രശ്നമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളിവിടെ കാര്യമായി വേറെന്തൊക്കെയോ പരിപാടികളിലാണല്ലോ കുറേ പേര്. ആടാ, അപ്പോൾ ശരിടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ. ഗുഡ് നൈറ്റ്. എല്ലാവരും പോയി നന്നായിട്ട് ഉറങ്ങും കേട്ടോ. ഫൈൻ. താങ്ക് യു. ഓക്കേടാ, ബൈ. Sí, no lo recuerdo.